ഇന്ന് നമ്മുടെ യുവായുടെ സെഷന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസനാണ് നമ്മുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട റോയ് പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചുരുക്ക നാളുകളായിട്ടേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ ഒരു പരിചയവും അടുപ്പവും ഒക്കെ ആയിട്ട്. പക്ഷേ ഈ ചുരുക്ക സമയങ്ങൾക്കുള്ളിൽ വളരെ ഹൃദയപൂർവമായ ഒരു സ്നേഹവും ഒരു അടുപ്പവും ഒക്കെ ദേവദാസനോട് എനിക്ക് ഫീൽ ചെയ്യുവാനിടയായിട്ടുണ്ട്. ഇപ്പം തന്നെ പാസ്റ്റർ സൂം മീറ്റിംഗ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു ഭയങ്കര ഒരു കുളിർമ എൻ്റെ മനസ്സിന്. അത് ഭംഗിവാക്കുകൾ പറയുകയല്ല, അതങ്ങനെ തന്നെ ഞാൻ ഫീൽ ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് 12 മാർച്ച് മാസം, ഫെബ്രുവരി മാർച്ച് മാസത്തിൽ പാസ്റ്ററോടൊപ്പം ഒന്നിച്ച് ഞങ്ങൾക്ക് കുവൈറ്റിൽ പ്രിയപ്പെട്ട ജോയ് പാസ്റ്ററുടെ വീട്ടിൽ കുറച്ച് ദിവസം താമസിക്കുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. വളരെ നല്ല അനുഗ്രഹത്തിൻ്റെ ഉണർവിൻ്റെ നാളുകളായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുമ്പോഴൊക്കെയാണ് മനസ്സിലായത് ഞങ്ങൾ രണ്ടുപേരും ഒരേ ചർച്ചിൻ്റെ മരുമക്കളാണ്. പുനലൂർ ഫസ്റ്റ് ഏജ് ചർച്ചിൻ്റെ മരുമക്കളാണ് ഞങ്ങൾ രണ്ടുപേരും. ആ കാര്യത്തിലും ഒത്തിരി സന്തോഷമുണ്ട്. റോയ് പാസ്റ്ററെ വെൽക്കം ചെയ്യുകയാണ് യുവാടെ ഈ മീറ്റിങ്ങിലേക്ക്. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് പാസ്റ്ററെ വിളിക്കുന്നുണ്ട്. പാസ്റ്റർ നല്ല തിരക്കായതുകൊണ്ട്, പ്രത്യേകിച്ചും എനിക്കൊന്ന് പാസ്റ്റർ ഈ ഒരു മാസങ്ങളല്ലേ, വെക്കേഷൻ സമയം പാസ്റ്റർക്ക് നല്ല തിരക്കുള്ള സമയങ്ങളാണ്. അതെ 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 പാസ്റ്ററെ. കാരണം എല്ലായിടങ്ങളിലും ക്യാമ്പും പ്രോഗ്രാമും ഒക്കെ വരുന്ന, യൂത്തിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് യൂത്ത് ക്യാമ്പുകൾ സെമിനാറുകളൊക്കെ വരുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് ഈ സമയങ്ങളിൽ പാസ്റ്ററെ കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. എങ്കിലും ദൈവം ഇങ്ങനൊരു അവസരം നമുക്ക് അനുവദിക്കുവാനിടയായി തീർന്നു. പാസ്റ്ററുടെ ആരംഭത്തിൽ തന്നെ നന്ദി പറയുകയാണ്. പാസ്റ്ററെ ഞാൻ ചുരുക്കമായിട്ട് പരിചയപ്പെടുത്താം, അതിനുശേഷം പാസ്റ്റർ തന്നെ ജീവിതാനുഭവങ്ങളൊക്കെ പറയും. പാസ്റ്റർ ബാംഗ്ലൂർ ബേസ്ഡാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ യൗവനക്കാരുടെ ഇടയിൽ പ്രത്യേകിച്ച് ചെയ്യുന്നു. ലൈഫ് ലൈറ്റ് മിനിസ്ട്രീസ് എന്നാണ് പാസ്റ്ററുടെ മിനിസ്ട്രിയുടെ പേര്. ലൈഫ് ലൈറ്റിൻ്റെ കഥകളൊക്കെ പാസ്റ്റർ അനുഭവം പറയും. ഒരു പ്രത്യേക ദർശനത്തോടുകൂടെ പ്രിയപ്പെട്ട റോയ് പാസ്റ്റർ തുടങ്ങിയ ഒരു മൂമെൻ്റാണ്. ഒത്തിരി യൗവനക്കാരെ ട്രെയിൻ ചെയ്യുന്നു. ട്രെയിനിങ്ങിനുള്ള ട്രെയിനിങ് മെറ്റീരിയൽസൊക്കെ റെഡിയാക്കി വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആ ശുശ്രൂഷകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പഴയ SFIക്കാരനാണ്. ഞങ്ങളൊരിക്കൽ ഒന്നിച്ചൊരു കാറിൽ സഞ്ചരിക്കുമ്പോൾ 3 SFIക്കാരും പഴയ KSUക്കാരനാകുന്ന ഞാനും കാറിലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതി SFIക്കാരെയും KSUക്കാരെയും എല്ലാം കൂടെ ഒന്നിച്ച് ഒരു കാറിൽ, ഒരു ഡൈനിങ് ടേബിളിൽ, ഒരു സഭയുടെ വേദിയിലൊക്കെ ഒന്നിച്ചിരുത്തുന്ന നമ്മുടെ ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഒരു SFIക്കാരൻ കർത്താവിൻ്റെ ദാസനായി മാറിയ യാത്രയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുള്ള ദൈവദാസനാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിൻ്റെ, സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ യൂത്ത് ട്രെയിനർ എന്ന ഒരു ചുമതല കൂടെ പ്രിയ ദൈവദാസനുണ്ട്. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ യൗവനക്കാരുടെ ഇടയിൽ ചെയ്യുന്ന ഒരു ദൈവദാസൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ യുവയുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇന്നത്തെ സെഷൻ ഒരു വലിയ ബ്ലെസ്സിങ് ആകും. പാസ്റ്റർ ഈ സെഷനിൽ മാത്രമല്ല, ഞാൻ നേരത്തെ തന്നെ പാസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നമ്മുടെ ചാനലിൽ 1-2 പ്രാവശ്യങ്ങൾ വന്ന് ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ അനുഭവം കേൾക്കാൻ പോകുക. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പിന്നെയും പാസ്റ്ററുടെ പ്രത്യേക ഏരിയാസ്, പാസ്റ്റർ കൈകാര്യം ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് പിന്നെയും കേൾക്കുവാനൊക്കെ സാവകാശം ഒരുങ്ങും. പാസ്റ്റർ ബാംഗ്ലൂരിലാണോ അതോ യാത്രയിലാണോ? ഞാൻ ബാംഗ്ലൂരിലാണ് പാസ്റ്റർ. ഇപ്പോൾ ബാംഗ്ലൂരിലാണ്. എന്നാൽ 1 മണിക്കൂർ മുമ്പ് ബാംഗ്ലൂർ പോകുന്നു. ഓ ശരി. എന്നാൽ നാട്ടിൽ നമ്മൾ അയൽവക്കത്തുകാരാണ് എന്ന് പറഞ്ഞാൽ കോഴഞ്ചേരിയും റാന്നിയും തമ്മിലൊന്നും വലിയ വ്യത്യാസമില്ല. അതെ 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 അതെ. വിശ്വപ്രശസ്തമായ കുഴിക്കാലക്കാരനാണ്. ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. ഇനി ഞാനിങ്ങനെ പറയാൻ പോയാൽ പാസ്റ്റർക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് പാസ്റ്റർക്ക് ഇനിയും സംസാരിക്കാം കേട്ടോ. നമ്മുടെ യുവായിലെ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കാം. യൂട്യൂബിൽ കൂടെ ഒത്തിരി യൗവനക്കാർ ഈ വീഡിയോ കാണുവാനിടയായി തീരട്ടെ. പാസ്റ്റർ അനുഭവങ്ങൾ അവർക്ക് വലിയൊരു ചലഞ്ചായി തീരുവാനിടയായി തീരട്ടെ. ഞാൻ അല്പം പോലും സമയം നഷ്ടപ്പെടുത്താതെ റോയ് പാസ്റ്റർക്ക് തുടർന്നുള്ള സമയങ്ങൾ തരികയാണ്. ഞാൻ പറഞ്ഞതിലപ്പുറമായി പാസ്റ്റർക്ക് മിനിസ്ട്രിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങളൊക്കെ പറയാനിടയായി തീരാം.
അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ചോദിക്കത്തുള്ളൂ കേട്ടോ. പ്രൈസിലോട് കണ്ടിന്യൂ ചെയ്യാം പാസ്റ്റർ. Praise Lord, praise Lord. എല്ലാ പ്രിയമുള്ളവരെ, യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. വിശേഷാൽ പ്രിയ ഫിനി പാസ്റ്ററോട്, ആസാദി ടിവിയോട്, എന്റെ ചാനലിനോട്, യുവാടെ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതുകൊണ്ടും കർത്താവിന്റെ ദാസനോട്, പ്രിയ എന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളോടും കർത്താവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുക. സോ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒത്തിരി നാളായൊന്നുമില്ല പരിചയപ്പെടാൻ പറ്റിയിട്ട്. പക്ഷെ കുവൈറ്റിൽ ഞങ്ങൾ യാദൃശികമായിട്ട് റഹാബോ തേജി ചർച്ചിന്റെ ഫാസ്റ്റിംഗ് പ്രയർ ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ രണ്ടുമായിരുന്നു ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത്. 40 ദിവസം ഫാസ്റ്റിംഗ് പ്രയർ. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് 40 ദിവസം ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദാസൻ കുറെ ദിവസം ഒരു 14-15 ദിവസം ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഒരുമിച്ച് ശുശ്രൂഷിക്കാനും ഒരുമിച്ച് അവിടെ താമസിക്കാനും പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഒക്കെ വലിയ നല്ലൊരു അനുഭവം കർത്താവ്. അങ്ങനെ ഒരു ബന്ധത്തിൽ കൂടെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പരിചയപ്പെടാനും യുവായിൽ വരാനും ഒക്കെ ഇടയായത്. അവിടെ പരിചയപ്പെടുന്ന സമയത്താണ് മനസ്സിലാകുന്നത് പുനലൂർ പുനലൂർ ചർച്ചിൽ നിന്നാ പാസ്റ്റർ കല്യാണം കഴിച്ചേക്കുന്നത്. ഞങ്ങൾ രണ്ടും ഒരേ ചർച്ചിൽ നിന്നാ കല്യാണം കഴിച്ചേക്കുന്നത്. പാസ്റ്റർ റാന്നിക്കാരനാണ്. ഇങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇടയായത്. കർത്താവിന് എല്ലാത്തിനും കർത്താവിന് മഹത്വം. പാസ്റ്ററെ, ഞാൻ തുടർന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്റെ ജീവിതത്തിന്റെ ചില അനുഭവങ്ങളും ഒക്കെ നാട്ടിലെ ലൈഫും ബാംഗ്ലൂരിലേക്ക് വരാനിടയായതും മിനിസ്ട്രിയിലേക്ക് വരാനിടയായതും ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ആദ്യമേ ഒറ്റ കാര്യമുള്ളൂ പറയാൻ. ഈ ഇവിടെ വരെ എത്താനുള്ളതിന്റെ ഏക കാരണം കർത്താവിന്റെ കൃപയൊന്നും. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യത്തിന് മാത്രമേ ഉള്ളൂ പാസ്റ്ററെ പ്രശംസിക്കാൻ. കാരണം കർത്താവിലല്ലാതെ വേറൊന്നിലും എനിക്ക് പ്രശംസിപ്പാനില്ല. പക്ഷെ ചില അനുഭവങ്ങളിൽ കൂടെ കയറിപ്പോയി പറയുമ്പം അതിനകത്തൂടെ ഒക്കെയുള്ള അനുഭവങ്ങളുടെ തീവ്രതയും മഹത്വവും എല്ലാം ഇതിനകത്തുണ്ട്. പക്ഷെ കർത്താവിന് മാത്രമുള്ള മഹത്വം. ഞാൻ അറിഞ്ഞോ അറിയാതെയോ കർത്താവ് എന്നെ സ്നേഹിച്ചു. കർത്താവ് ഇവിടെ വരെ കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കുഴിക്കാനോ എന്റെ മർത്തോമ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. നല്ലൊരു മർത്തോമ കുടുംബമായിരുന്നു. ഞങ്ങളുടെ കുടുംബം പ്രത്യേകിച്ച് ചർച്ചുമായിട്ടൊക്കെ വളരെ കണക്റ്റഡ് ആയിട്ടൊരു കുടുംബമായിരുന്നു. എന്റെ പപ്പായുടെ ബ്രദർ ആണെങ്കിൽ അന്നത്തെ മർത്തോമയുടെ ഒരു മിഷണറിയാണ്. കാരണം ഞങ്ങൾക്ക് അന്ന് നല്ലൊരു പാട്ടും പ്രാർത്ഥനയും മർത്തോമ ചർച്ചുമായിട്ടൊക്കെ ഉള്ള നല്ലൊരു ബന്ധമൊക്കെയുള്ള നല്ലൊരു ചർച്ചിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. പക്ഷെ എന്റെ 11ാമത്തെ വയസ്സിൽ ഞാൻ എത്തിയപ്പോ ഞങ്ങളുടെ നാട്ടില് കുഴിക്കാല IPC ചർച്ചില് ഒരു നീഗ്രോ വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പം ഞാൻ അന്ന് വരെ അന്നത്തെ കാലഘട്ടം പറഞ്ഞാൽ ഒരു സാധാരണ ഗ്രാമത്തിന്റെ അവസ്ഥയെ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഞങ്ങളുടെ. പക്ഷെ ഈ നീഗ്രോ എങ്ങനെ ഉണ്ടെന്ന് കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ അന്ന് വരെ നീഗ്രോയെ കണ്ടിട്ടില്ല, ആഫ്രിക്കക്കാരെ കണ്ടിട്ടില്ല. ഞാൻ ഇന്നും അദ്ദേഹത്തിന്റെ പേര് ഓർക്കുന്നുണ്ട്. എഡ്വിൻ നാക്കുവ എന്ന അദ്ദേഹത്തിന്റെ പേര്. ഒരു നൈജീരിയക്കാരൻ, എഡ്വിൻ നാക്കുവ. അദ്ദേഹം കുഴിക്കാല IPC ചർച്ചിൽ പ്രസംഗിക്കാൻ വരുന്നുണ്ട്. എനിക്ക് ഇദ്ദേഹത്തെ ഒന്ന് എങ്ങനെയുണ്ട്, നീഗ്രോ എങ്ങനെയുണ്ടെന്ന് കാണണമെന്ന് ആഗ്രഹം. ഞാന് ഇത് കാണാൻ വേണ്ടി 11 വയസ്സുള്ള ഞാന് വീട്ടിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ട്, എന്റെ ഫാദർ മിലിറ്ററിയിലാണ്, എന്റെ മദർ മാത്രമേ ഉള്ളൂ, എനിക്കൊരു അനിയനും ഉണ്ട്. അപ്പൊ ഞാൻ മമ്മിയോട് പെർമിഷൻ എടുത്തിട്ട് ഞാൻ പോയി. പക്ഷെ ഞങ്ങളുടെ പോകുന്ന സ്ഥലത്ത് അല്പ വിജനമായ സ്ഥലമാണ്. പ്രത്യേകിച്ച് ഒരു സെമിട്രി ഒക്കെ ക്രോസ് ചെയ്ത് വേണം എനിക്ക് ഈ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തോട്ട് പോകണമെങ്കിൽ. അപ്പൊ ആ സ്ഥലം പൊതുവെ പകല് നട്ടുച്ചയ്ക്ക് പോലും ഭയങ്കര ഭയാനകമായ സ്ഥലമാണ്. അവിടെ വരുന്ന സമയത്ത് കണ്ണുമടച്ച് ഒരു 200 മീറ്റർ മുമ്പേ ഓടാൻ തുടങ്ങും. ഇവിടെ വരുമ്പോഴേ പിന്നെ 200 മീറ്റർ കഴിഞ്ഞിട്ട് നിർത്തത്തുള്ളൂ. അപ്പൊ അത്രയുള്ള അന്നത്തെ കൊച്ചിലെ മനസ്സിൽ അങ്ങനത്തെ ഒരു സ്ഥലം. പക്ഷെ അന്ന് ഞാൻ ഈ നീഗ്രോയുടെ മീറ്റിങ്ങിന് വേണ്ടി നീഗ്രോയെ കാണാൻ വേണ്ടി പോയി. പാട്ടൊക്കെ പാടുന്നുണ്ട്. നീഗ്രോ വന്നിട്ടില്ല, പാട്ട് കഴിഞ്ഞു. ഞാൻ കണ്ടിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാ ഇരുട്ടുന്നതിന് മുമ്പേ. പക്ഷേ പാട്ട് കഴിഞ്ഞിട്ട് നീഗ്രോ വന്നു. ദൈവദാസൻ വന്നു. ഈ ദൈവദാസൻ പ്രസംഗിക്കുന്നതിന് മുമ്പേ മറ്റൊരാള് ഇദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരാൾ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഓർക്കുന്നില്ല, അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നു. പക്ഷെ ഈ ദൈവദാസൻ കേറി ഈ നീഗ്രോയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പക്ഷേ ഞാൻ ഇത്രയും നേരം പാട്ട് കേട്ടിട്ടും ഇല്ലാത്ത ഒരു അന്തരീക്ഷം. എനിക്ക് ഇന്ന് അന്തരീക്ഷം എന്ന് പറയാൻ പറ്റും. അന്ന് എന്തുവാണെന്നറിയത്തില്ല, എനിക്ക് അവിടുന്ന് എന്തോ എന്നെ അങ്ങ് ആകർഷിക്കും, എന്നെ അങ്ങ് പിടിച്ചിരുത്തുന്നു. അവിടെ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എന്റെ മനസ്സൊക്കെ അങ്ങ് എന്തൊക്കെയോ സോഫ്റ്റ് ആകുന്നത് പോലെ, എന്തൊക്കെയോ മനസ്സിനകത്ത് എന്തൊക്കെയോ സംഭവിക്കുന്നു. അപ്പൊ ഞാൻ ഓർത്തു, ഇദ്ദേഹം വന്നാ പിന്നെ നീഗ്രോയെ കണ്ടിട്ട് പോവാ, സമയം പോകുന്ന അറിയുന്നില്ല.
അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞു. അതെന്തോ എനിക്കറിയാം, ഭയങ്കര പറച്ചിലായിരുന്നു. അത് പാട്ടിനെക്കാട്ടിലും ഭയങ്കര പവർഫുൾ ആയിരുന്നു തന്റെ ആ ഒരു 10 മിനിറ്റ് താൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തത്. അത് കഴിഞ്ഞ് പാസ്റ്റർ നീഗ്രോ വന്നു. നീഗ്രോയുടെ പ്രസംഗം മൊത്തം ഞാൻ ഇരുന്നങ്ങ് കേട്ടു. സമയം പോയത് അറിഞ്ഞില്ല. കാരണം എനിക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റുന്നില്ല. എനിക്ക് 11 വയസ്സേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നീഗ്രോ ലാസ്റ്റില് പ്രസംഗം കഴിഞ്ഞപ്പോൾ നീഗ്രോ ആ ദേവദാസൻ എട്ടുവിൻ നാക്കുവ എന്ന് പറഞ്ഞ ആ ദേവദാസൻ വിളിച്ചു, ആർക്കെങ്കിലും ഇവിടെ ചെവി കേൾക്കാത്ത രോഗസൗഖ്യത്തിന് ആരെങ്കിലും ഉണ്ടെ വരാമോ? എന്റെ സ്കൂളിൽ പഠിക്കുന്ന സീനിയർ ആയിട്ടുള്ള ഒരു സിസ്റ്റർ, ഞാൻ ആ മകളുടെ പേര് പറയുന്നില്ലെന്ന്, പക്ഷെ എന്റെ ഫാദറും ഇവരെല്ലാം ഒന്നിച്ച് മിലിറ്ററിയിലുള്ളത്, ഒറ്റ CRPF-നകത്തുള്ള ഒരു മിലിറ്ററി വിങ്ങിനകത്തുള്ളവര്. അപ്പം അങ്ങനെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടും കൂടെ കൂടിയ എന്റെ സ്കൂളിൽ സീനിയർ ആയിട്ട് പഠിക്കുന്ന ഒരു സിസ്റ്റർ. ആ മകൾക്ക് ചെവി കേൾക്കത്തില്ല. അപ്പൊ ഞങ്ങൾ പലപ്പോഴും ഈ മകളെ അടുക്ക ചെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കും. എന്നാലും ഈ കൊച്ചിന് കേൾക്കത്തില്ല, ഇച്ചിരി കണ്ടൊക്കെ കേൾക്കത്തുള്ളൂ. ഈ സിസ്റ്റർ, എന്റെ ഒരു സീനിയറാ, ഈ ഈ ഒരു സിസ്റ്റർ എഴുന്നേറ്റ് ചെയ്തു. ആ മകൾ എഴുന്നേറ്റ് ചെന്നിട്ട് ആ നീഗ്രോ ചെവിയിലോട്ട് കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു. ഒരു വിരൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു, ചെവി കേൾക്കാൻ പറ്റുമോ? കേൾക്കാവുന്ന ചെവി അടയ്ക്കാൻ പറഞ്ഞു. കേൾക്കാത്ത ചെവി കേൾക്കുന്നുണ്ടെന്ന് ചോദിച്ചു. ഇങ്ങനെ ഞൊട്ട വെച്ച് ചോദിച്ചു. അപ്പം അവള് പറഞ്ഞു കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഇത് അറിയാം, ഇവർക്ക് ചെവി കേൾക്കത്തില്ലെന്ന് അറിയാം. നീഗ്രോ പിന്നെയും പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ ടെസ്റ്റ് ചെയ്തു, ചെവി കേൾക്കുന്നുണ്ടെന്ന് ചോദിച്ചു, ഇല്ലെന്ന് പറഞ്ഞു. മൂന്നാമത് പ്രാർത്ഥിച്ചു, ചെവി കേൾക്കുന്നുണ്ടെന്ന് ചോദിച്ചു, ഇല്ലെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ വിടുന്നില്ല ഫസ്റ്റ്. ആ ദൈവദാസൻ പറഞ്ഞു, ആ IPC ചർച്ചിലെ ദൈവദാസൻ പറഞ്ഞു, പോയി എണ്ണ എടുത്തോണ്ട് ആ പാസ്റ്റർ സ്റ്റേജിൽ നിന്ന് ഒറ്റ ഓടി. കാരണം പാസ്റ്റേജ് തൊട്ടടുക്കല, ഓടിപ്പോയി എണ്ണ എടുത്തോണ്ട്. കാരണം ഇതൊന്നും അന്നത്തെ കാലത്ത് ഒരു പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതല്ല. എണ്ണ എടുത്തോണ്ട് ആ ദൈവദാസൻ എണ്ണ തൊട്ടിട്ട് ചെവിയിലോട്ട് കൈയിട്ടോ ഒരൊറ്റ കമാൻഡ് എന്തോ പറയുന്നു. എന്നിട്ട് ചെക്ക് ചെയ്ത് പാസ്റ്റർ ചെവി അങ്ങ് തുറന്നു. ചെവി അങ്ങോട്ട് തുറക്കുകയും, എനിക്കറിയാം എനിക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റുന്നില്ല. അതാണ് എന്നെ പിടിച്ചിരുത്തിക്കണം. എനിക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റുന്നില്ല. ഇതൊക്കെ എന്റെ 11 വയസ്സുള്ള മനസ്സിൽ കിടക്കുക. ഞാൻ അവിടെ ഇരുന്ന്, എനിക്ക് കൈ ഉയർത്തി യേശുവിനായി ഹൃദയം കൊടുക്കണമെന്നൊന്നും ആരും പറഞ്ഞില്ല. പക്ഷെ ഞാൻ അവിടെ ഇരുന്നുണ്ടല്ലോ, ഒരൊറ്റ എന്റെ ഹൃദയത്തിൽ ഒരു ചെറിയൊരു പ്രാർത്ഥനയെന്ന് പോലും എനിക്ക് പറയാൻ അറിയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, കഥ ഇങ്ങനെ ഒരു ദൈവം ഉണ്ട്. ഞാൻ മാർത്തോമ ചർച്ചിലൊക്കെ പോയിട്ട് ഇന്ന് വരെ ഇങ്ങനെ ഒരു ഇലക്ട്രിഫൈ ആകുന്ന ഒരു പ്രസൻസ് അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് ഈ യേശുവിനെ വേണം. ആ ഹൃദയത്തിൽ ഞാനൊരു പറച്ചിൽ പറഞ്ഞു. എനിക്ക് എഴുന്നേറ്റ് പോണമെന്നുമില്ല. പക്ഷെ പിന്നെ ഒരു കോൺഷ്യസിലേക്ക് വന്നപ്പോ എനിക്ക് മനസ്സിലായി സമയം പോയി. 7:30-ക്കോ 7 മണിക്കോ സന്ധ്യ ആകുന്നതിന് മുമ്പ് വീട്ടിൽ ചെല്ലണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇനി ഒറ്റയ്ക്ക് പോകണം. ഞാൻ അവിടെ ഉള്ള ആൾക്കാരെ നോക്കിയിട്ട് ഒറ്റ ഒരാൾ, ഞങ്ങളുടെ ആ വഴി കൂടെ പോകുന്ന ഒരാളില്ല പാസ്റ്റർ. എനിക്കൊരു സെമിട്രി, ഞാൻ പറഞ്ഞല്ലോ, നട്ടുച്ചയ്ക്ക് അതുവഴി ക്രോസ് ചെയ്യാൻ പേടിയാണ്. പക്ഷെ ഈ സെമിട്രി ക്രോസ് ചെയ്യാൻ പോണം. ഞാൻ പല ആൾക്കാരെ നോക്കി, ഒറ്റ ഒരാൾ ഞങ്ങളുടെ വഴിയിലോട്ടുള്ളവരില്ല. ഞാൻ തീരുമാനിച്ചു, ഞാൻ പോവാം, നടക്കുക. വീട്ടിൽ ചെന്നല്ലേ പറ്റത്തുള്ളൂ, നടക്കുക. പക്ഷെ ഞാൻ അന്ന് അവിടെ വരുമ്പം ഞാൻ ഓടുവല്ല, ഞാൻ നടന്നു പോകും. നടന്നു പോകുന്ന സമയത്ത് പാസ്റ്ററെ എനിക്ക് ഒരു പേടിയില്ല. എന്റെ മനസ്സിൽ പേടിയില്ല. എനിക്ക് എന്റെ മനസ്സിൽ തോന്നുക എന്റെ കൂടെ ആരാണ്ടുണ്ട്. ആ ആള് എന്നെക്കാട്ടിൽ ഹൈറ്റ് ഉള്ള ഒരാളാണ്. ആ ആളൊരു വെള്ള വസ്ത്രം ധരിച്ചേക്കുന്നത്. എന്നോട് ചിരിച്ചുകൊണ്ടും ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ചെറുകെ എന്റെ കൂടെ നടന്നു വരും. എനിക്ക് ഈ സ്ഥലത്തൂടെ പോയിട്ട് ഒരു പേടിയില്ല. ഞാൻ നേരെ വീട്ടിൽ ചെന്ന ഉടനെ മമ്മിയോട് ചോദിച്ചു, നീ എത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ മീറ്റിംഗിൽ ഇരുന്നു, ഞാൻ സമയം പോയത് അറിഞ്ഞില്ല. പക്ഷെ ഞാൻ ചെന്ന് കയറി ഉടനെ ഞാൻ പറയുന്ന വേർഡിങ്ങനെ, ഇന്ന് രാത്രിയും കൊണ്ട് ബൈബിൾ മൊത്തം ഞാൻ വായിച്ചു തീർക്കാൻ പോകും. ഇന്ന് രാത്രിയും കൊണ്ട് ബൈബിൾ മൊത്തം ഞാൻ വായിച്ചു തീർക്കാം. എന്റെ മമ്മിയോട് പറഞ്ഞു, നിനക്ക് ഇന്ന് രാത്രിയും കൊണ്ടൊന്നും വായിച്ചു തീർക്കാൻ പറ്റത്തില്ല. നീ ഓരോ അധ്യായമോ 2 അധ്യായം കൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ 1 വർഷം കൊണ്ടൊക്കെ വായിച്ചു തീർക്കാമെന്ന്. പക്ഷെ പാസ്റ്റർ എന്റെ മുറിയിലാണ് ഇട്ടിരുന്നത് ഈ 40 വോട്ടിന്റെ ബൾബാ. നമ്മുടെ പണ്ടത്തെ ബൾബ് ഉണ്ടല്ലോ, 40 വാട്ടിന്റെ ബൾബ്. പക്ഷെ എന്റെ മുറിക്കകത്ത് എനിക്ക് അറിയാം, ഈ ഭിത്തിയെ കൂടൊക്കെ എണ്ണ കോരി ഒഴിച്ചാൽ എങ്ങനെയാണോ ഈ എണ്ണ ഒഴുകി വരുന്നത്, അതുപോലെ എന്റെ മുറി മൊത്തം ഭയങ്കരമായിട്ട് വെളിച്ചം ഒഴുകി ഇറങ്ങുന്നത് എനിക്കറിയാം. വെളിച്ചം ഇങ്ങനെ ഒഴുകുന്നു. പക്ഷെ അതാ എന്റെ ജീവിതത്തിൽ യേശുവിനെ സ്വീകരിച്ചതിന്റെ അനുഭവം അതങ്ങനെയാണ്. യേശു കർത്താവിനെ സ്വീകരിച്ചത്. ഞാൻ അന്ന് കർത്താവിനെ സ്വീകരിച്ചു. എന്റെ ഉള്ളിൽ കർത്താവ് വന്നു, സ്വീകരിച്ചു. പക്ഷെ പിന്നീടുള്ള കൂട്ടുകെട്ടും പിന്നീടുള്ള കാര്യങ്ങളും
നേരെ എനിക്കുള്ള വലിയൊരു പാഷനായിരുന്നു ക്രിക്കറ്റ് കളിക്കാൻ പോകും. ഭയങ്കര ഒരു പാഷനായിരുന്നു സ്പോർട്സ് എന്ന് പറയും. എന്റെ സ്കൂളിലും കളിക്കാൻ എവിടെയെങ്കിലും ഉണ്ട് അങ്ങനെ പോകും. അങ്ങനെ ഒത്തിരി കൂട്ടുകാരെ കിട്ടി. സ്കൂൾ ലൈഫ് കഴിഞ്ഞപ്പോഴത്തേക്കിന് കോളേജ് ലൈഫിലോട്ട് കയറി. എവിടെയെങ്കിലും കളിക്കാൻ പോകും. എന്റെ 19 വയസ്സ് എത്തിയ സമയം കൊണ്ട് ഞാൻ പ്രൊഫഷണലി അണ്ടർ-19 പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിന് വേണ്ടി 2 വർഷം കളിച്ചു. അപ്പൊ അങ്ങനെ കളിക്കാനും കൂടെ തുടങ്ങി. ഇതിന്റെ കൂട്ടത്തിൽ പുതിയ പുതിയ കൂട്ടുകാരെ കിട്ടി. രാഷ്ട്രീയത്തിനകത്ത് ഇറങ്ങി. ഇതെല്ലാം കൂടെ രാഷ്ട്രീയത്തിൽ ഞാൻ ഈ 10th ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സമയത്ത് ഞാൻ യേശു കർത്താവിനെ സ്വീകരിച്ചതാ. പക്ഷെ സ്ലോലി കളിക്കാൻ പോയി, കുറെ കൂട്ടുകാരെ കിട്ടി. രാഷ്ട്രീയം എന്നുള്ളത് പക്ഷേ എന്റെ ലൈഫിൽ ഒരു അല്പമേ ഉള്ളായിരുന്നു. ഒരു വളരെ സൈഡ് ബിസിനസ് ആയിരുന്നു. പക്ഷെ എന്റെ ശരിക്കും പറഞ്ഞ പഠിത്തത്തെക്കാട്ടിലും കൂടുതൽ എന്റെ ഇഷ്ടവും പാഷനും എല്ലാം കളിക്കുക എന്നുള്ളത് അങ്ങനെയുള്ള ഒരു കാര്യത്തിലായിരുന്നു. പക്ഷെ അങ്ങനെ കുറെ കൂട്ടുകാരെ കിട്ടി. സ്ലോലി പഠിത്തം ഉഴപ്പാൻ തുടങ്ങി. ക്രിക്കറ്റ് കളിയുടെ കാര്യനിമിത്തം എനിക്കൊന്ന് പ്രീ ഡിഗ്രിയുടെ എന്റെ എക്സാം ഞാൻ എഴുതിയിട്ടില്ല. കാരണം ഇന്ത്യ ഓസ്ട്രേലിയ മാച്ച് നടക്കും. അതുകൊണ്ട് കളി കാണാൻ പോയി. കാരണം ഇങ്ങനെ എനിക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടും. കാരണം പ്രൊഫഷണലി കളിക്കുന്നതുകൊണ്ട് ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള അതിനകത്തായി പോയി. വീട്ടുകാർക്ക് അറിയത്തില്ല. പല എന്റെ എക്സാമിന് ഞാൻ ആബ്സെന്റ്. കാരണം എവിടെയാ ക്രിക്കറ്റ് കളിക്കാൻ പോയിക്കോ. പ്രീ ഡിഗ്രിയുടെ എക്സാമിന്റെ അന്ന് ഞാൻ ആബ്സെന്റ്. കളി കാണാൻ വേണ്ടി കളിക്കാൻ പോയേക്കോ. ഇങ്ങനെയായിരുന്നു പാസ്റ്റർ ഒരു ലൈഫ്. പക്ഷെ സ്ലോലി രാഷ്ട്രീയത്തിലോട്ടായി. പ്രീ ഡിഗ്രിയുടെ പഠിത്തം എന്റെ മൊത്തം കഴിഞ്ഞു. പ്രീ ഡിഗ്രി ഞാൻ ഫെയിൽ ആയി പോയി. അത് കഴിഞ്ഞു. ദൈവത്തിന്റെ വലിയ കൃപയായി എനിക്ക് അവിടെ തൊട്ട് എന്റെ ലൈഫിൽ പിന്നീട് തിരിച്ച് ചിന്തിക്കാന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ടെക്നിക്കലി എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കണം. പക്ഷെ 10th മേ ബി 60 അല്ലെ 80% മാർക്ക് ഉള്ളവർക്ക് ടെക്നിക്കലി പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് സയൻസ് ഗ്രൂപ്പോ മാത്സ് ഗ്രൂപ്പോ എടുത്ത് പഠിക്കണം. ഇങ്ങനെയുള്ളവർക്ക് പറ്റത്തുള്ളൂ. പക്ഷെ എനിക്ക് ഡിപ്ലോമയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മാർക്കില്ല, പറ്റത്തില്ല, പഠിക്കാൻ പോകാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ എന്ന് ITഐക്ക് പോകാൻ ഓർത്തു. ITഐ പോകാൻ വേണ്ടി ഇതിനിടയ്ക്ക് പല ഇന്റർവ്യൂവിനൊക്കെ പോയി. ഒന്നും കിട്ടുന്നില്ല. കാരണം 10th മാർക്ക് എനിക്ക് 60% ഒന്നുമില്ല. എനിക്ക് 42 or 45% ഉള്ളു എന്റെ മാർക്ക്. പ്രീ ഡിഗ്രി ഫെയിലാ. അതും പ്രീ ഡിഗ്രി ഞാൻ തേർഡ് ഗ്രൂപ്പാണ്. തേർഡ് ഗ്രൂപ്പ് എന്ന് ഹിസ്റ്ററിയാ. കാരണം എല്ലാം എന്തുവാ ഈ ഉഴപ്പം പിള്ളേരെല്ലാം പോയി കയറുന്നത് തേർഡ് ഗ്രൂപ്പിലായിരിക്കും. അങ്ങനത്തെ ഒരു ഗ്രൂപ്പിലാണ് ഞാനും പോയി കയറിയത്. സോ എല്ലാം ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുക. പക്ഷെ പഠിക്കണമെന്ന് എങ്ങനത്തേലൊക്കെ ഒന്ന് ടെക്നിക്കലി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ദൈവത്തിന്റെ വലിയ കൃപയാണ്. സ്പോർട്സ് കോട്ടയിൽ ഗവൺമെന്റ് ITഐ തന്നെ വിളിച്ചു. സ്പോർട്സ് കോട്ടയിൽ അവിടെ തൊട്ട് ഞാൻ പിന്നെ തീരുമാനിച്ചു ഇനി എന്തെങ്കിലുമൊക്കെ. പ്രീ ഡിഗ്രി പോയി കളിക്കാനും എല്ലാം പോയി തകർന്നു. പക്ഷെ അവിടെ ചെന്നു. ഇനി ഒരിക്കലും ഉഴപ്പത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നതാ. പക്ഷെ അവിടെ ചെന്നപ്പോഴാ രാഷ്ട്രീയത്തിലോട്ട് കൂടുതലായി ഉഴപ്പാൻ വേണ്ടി തുടങ്ങി. അവിടെ ചെന്നു. SFIയുടെ ജനറൽ സെക്രട്ടറി ആയി. ഈ പ്രീ ഡിഗ്രിക്ക് എന്തോ കളിക്കാൻ പോയി അതിനേക്കാളും കൂടുതൽ കളിക്കാൻ പോയി. അങ്ങനെ ഈ രാഷ്ട്രീയത്തിനകത്തൂടെ ഒക്കെ കുറച്ച് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ പോലീസ് കേസുകൾ അങ്ങനെ പ്രശ്നങ്ങൾ വന്നു. രാത്രി പോലീസ് പിടിക്കാൻ വീട്ടിൽ വരും പല പ്രാവശ്യം. കാരണം രാഷ്ട്രീയമായിട്ടോ കാര്യങ്ങളൊക്കെ പോയി. പക്ഷെ എന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പക്ഷേ ഓരോ പ്രാവശ്യവും ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ രാത്രി വീട്ടിൽ വന്നിരുന്ന് ചിന്തിച്ചിട്ട് ഞാൻ എന്തിനത് ചെയ്യാൻ പോയെ, ഇങ്ങനെ എന്തിനാ കൂട്ടുകാരോട് കൂടാൻ പോയെ. ഞാൻ എന്റെ ഉള്ളിനകത്ത് ഒരു പ്രാർത്ഥന പ്രാർത്ഥി, കർത്താവ് എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് ജീവിക്കണം, അത്രയും മതി. നന്നായിട്ടൊന്ന് കർത്താവിന് വേണ്ടി ജീവിക്കണം. ഒന്നും ചെയ്യാൻ പറ്റി ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹമില്ല, ഒന്നുമില്ല. പക്ഷെ എങ്ങനെയെങ്കിലും കർത്താവ് നന്നായിട്ടൊന്ന് ജീവിക്കണം, കർത്താവിന് അപമാനം വരുത്താതെ പോലെ ഒന്ന് ജീവിക്കണം, ഇത്രയുള്ളായിരുന്നു ആഗ്രഹം. പക്ഷെ ഇങ്ങനെ ഒരു കേസുകൾ വരാൻ തുടങ്ങിയപ്പം എന്റെ ഫാദറും മദറും കൂടെ കൂടി എന്നെ ബാംഗ്ലൂർക്ക് ശരിക്കും പറഞ്ഞാൽ നാട് കടത്തി. അവര് ഒരു ദിവസം രാത്രി പോലീസ് പിടിക്കാൻ വന്നു. എന്നെ പിടിക്കാൻ വന്നിട്ട് എന്റെ ഫാദർ പറഞ്ഞു ഞാൻ മിലിറ്ററി ഇല്ല, ഞാൻ നാളെ ഇവനെ കൊണ്ടുവന്നേക്കാം. എന്തോ ഈ നിസ്സാര കാര്യങ്ങളൊക്കെയാ. ഈ കളിക്കാൻ പോയി വഴക്കുണ്ടാക്കി, പിള്ളേർ തമ്മിലെല്ലാം കൂടെ അടിയുണ്ടാക്കി, ഇതൊക്കെയാ കാര്യങ്ങൾ. ഇതെല്ലാം കൂടെ ആ പ്രായത്തിന്റെ പ്രശ്നം. അപ്പം അന്ന് രാത്രി എന്റെ ഫാദറും മദറും കൂടെ പറയുന്ന ഞാൻ കേൾക്കുക, ഇവനെ ഇവിടെ നിർത്തണ്ട. 19 വയസ്സേ ഉള്ളൂ എനിക്കാണ്. പക്ഷെ ഇതിനോടകം ഞാൻ 17 വയസ്സുള്ളപ്പോൾ ഈ സ്പോർട്സിനകത്തൂടെ സ്പോർട്സ് ഔട്ട്റീച്ച് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. സ്പോർട്സ് ഔട്ട്റീച്ച് ഇൻ ഇന്ത്യ. ആ ഓർഗനൈസേഷന്റെ കൂടെ ചേർന്ന് സ്റ്റുഡൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ യൗവനക്കാരുടെ ഈ +2 പഠിക്കുന്ന 10th പഠിക്കുന്ന പിള്ളേരുടെ ബ്രേക്ക് ടൈം കിട്ടുമ്പോൾ അവർക്ക് വേണ്ടി പോയി ആരെയെങ്കിലും വിളിച്ചുകൊണ്ട് പോയി ക്ലാസ് എടുക്കും. എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു.
ഇപ്പം എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, പാട്ട് പാടാനും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ എനിക്ക് കോർഡിനേറ്റ് ചെയ്യാൻ അറിയാം. ഞാനപ്പോ എന്തോ പറ്റുന്നറിയാം, എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ ചില ആൾക്കാരോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. കാരണം അവര് നീതിയോടെ ജീവിക്കുന്നവർ. അവരെ വിളിച്ചുകൊണ്ട് പോയി ഈ പിള്ളേർക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിക്കുക, അവരോട് ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത്. അതൊക്കെ ഇങ്ങനെ ചെയ്യുമെങ്കിൽ പോലും കൂട്ടുകാർ കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവമേ ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ ലൈഫ്. കൂട്ടുകാർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഫേസാ, വേറൊരു മുഖമാണ്. കാരണം പിന്നെ കളിയും വഴക്കും അഗ്രസീവ് നേച്ചറും ഒക്കെ. പക്ഷെ ഇങ്ങനെ പപ്പ എന്നെ ബാംഗ്ലൂർക്ക് വിട്ടു. ഇനിയും ഇവനിവിടെ നിന്ന് ഞാൻ കൂട്ടുകാർ കൂടി കളിയും രാഷ്ട്രീയവും ഇതെല്ലാം കൂടെ പ്രശ്നമായി, ഇവൻ അല്ലാതായി. പക്ഷെ ബാംഗ്ലൂരിൽ വന്നു, 1 വർഷം ഇരുന്ന് ജോലിക്ക് വേണ്ടി നോക്കി, ഒരു ജോലിയും കിട്ടുന്നില്ല. ഒരു ജോലിയും കിട്ടും. ഇതിനോട് എന്റെ പ്രീ ഡിഗ്രി ഞാൻ ഫെയിലാണ്. ITI ഓൾമോസ്റ്റ് പാസ്സായെന്ന് വേണേൽ പറയാം. എന്റെ ഒരു സബ്ജക്ട് 2ാമത് ഞാൻ പോയി എഴുതിയെടുക്കുമായിരുന്നു. സോ എനിക്ക് ജോലി കിട്ടുന്നില്ല. അന്നേരമാ ജീവിതത്തിൽ 1 വർഷം കഴിഞ്ഞ് ഒന്ന് ഉടയാൻ. അങ്ങനെ സ്ലോലി പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി. ദൈവമേ, എവിടെയെങ്കിലും ജോലി ഉണ്ട്. കാരണം നാട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. നാട്ടിലോട്ട് ചെന്നാൽ വീട്ടിൽ തന്നെ ഓടിക്കും. കാരണം വീട്ടിൽ കൂട്ടുകാർ കൂടിയുള്ള ഭയങ്കര കളികളും ഭയങ്കര പരിപാടികളായതുകൊണ്ട് അങ്ങോട്ട് കയറ്റും. വീട്ടിൽ ചെന്ന വഴക്ക് പറയും. അതുകൊണ്ട് അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ജോലി കിട്ടി. ഒരു ഹോം തിയേറ്റർ കമ്പനിയിൽ, ഇലക്ട്രോണിക്സ് കമ്പനിയിൽ ജോലി കിട്ടി. വളരെ തുച്ഛമായ സാലറി, 1500 രൂപ ആയിരുന്നു എന്റെ സാലറി. എനിക്ക് തോന്നുന്നു 2000 അന്ന് അവിടെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പഠിക്കാമെന്ന് ഓർത്തുകൊണ്ട് കയറി. സ്ലോലി അവിടെ ചെന്ന് ആരോടും ഒന്നും മിണ്ടാതെ ഞാൻ തീരുമാനിച്ചു, ഇനിയിപ്പം അങ്ങ് വഴക്കുണ്ടാക്കാനോ കളിക്കാൻ പോകാനോ ഇതിനൊന്നും പോകാൻ, രാഷ്ട്രീയവും ഇല്ല, ഇങ്ങനൊന്നുമില്ല, എങ്ങനെങ്കിലും എന്തേലും പഠിക്കുക എന്നോർത്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരാള് ബാംഗ്ലൂർ ബെതലേജി ചർച്ചിലെ ഫാസ്റ്റിംഗ് ബ്രദർ, ഇപ്പൊ എന്നോട് വലിയ കൂട്ടുള്ള ഒരാള്, ബെതലേജി ചർച്ചിൽ ഫാസ്റ്റിംഗ് ബ്രദർ ആണ്. അപ്പൊ എന്നെ വന്ന് വിളിച്ചു, നീ എവിടെ, ഇങ്ങനൊരു ചർച്ച ഉണ്ട് അറിയാമോ? അപ്പൊ ഞാനന്ന് ചർച്ച വരുന്നില്ല, ബെതലേജി ചർച്ചിലല്ല ഞാൻ വരുന്നത്. സോ എന്നോട് എനിക്ക് അറിയത്തില്ല, പറഞ്ഞു എനിക്ക് അറിയത്തില്ല ചർച്ച എവിടെയാന്ന്. അപ്പൊ മറ്റുള്ളവരോട് ചോദിച്ചപ്പോ മനസ്സിലായി ഇന്ന സ്ഥലത്താ ചർച്ച ഉള്ളത്, മേക്കർ സർക്കിളാ ചർച്ച ഉള്ളത്. ഞാൻ ആ ചർച്ച് കാണിക്കാൻ വേണ്ടി ഇവരുടെ കൂടെ, അന്ന് ഫാസ്റ്റിംഗ് പ്രയറിന് വന്ന ഒരാളുടെ കൂടെ ചർച്ച് കാണിക്കാൻ വേണ്ടി ഞാൻ മേക്കർ സർക്കിളിൽ വന്നു. പക്ഷെ അന്ന് എനിക്കൊന്ന് ചർച്ചിനകത്ത് വലിയൊരു റിവൈവലിന്റെ സമയം. ഫാസ്റ്റിംഗ് പ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന്, എനിക്കൊന്ന് 1000-ഓളം ആൾക്കാർ ഫാസ്റ്റിംഗ് പ്രയറിന് വേണ്ടി മാത്രം ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി വരും. അപ്പം ഞാൻ ആ ചർച്ചിനകത്തോട് ഇവരെ കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നതാ. പിന്നെ ഫാസ്റ്റിംഗ് പ്രയറിന് ഇരിക്കുകയോ കൂടെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് ചെന്നതാ. പക്ഷെ എനിക്കറിയാം അവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ദൈവസാന്നിധ്യം എന്റെ ലൈഫിനെ തൊട്ടു. ഞാൻ അന്ന് എന്റെ ഹൃദയത്തിൽ തീരുമാനിച്ചു, ആരും ഒന്നുമില്ല, ഇവിടെ വന്ന് കർത്താവിനെ ആരാധിക്കും, ഇവിടെ വന്ന് കർത്താവിനെ ആരാധിക്കും. അങ്ങനെ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്ന സമയത്ത് പകല് ജോലിയും കഴിഞ്ഞ്, വൈകിട്ട് ജോലിയും കഴിഞ്ഞ്, എനിക്കൊന്ന് 5:30-6 മണിയാകുമ്പോൾ ജോലിയും കഴിഞ്ഞ് ഞാന് 6:30-7 മണിയാകുമ്പോൾ മേഘർ സർക്കിളിലെ ഗംഗാനഗറിലെ ചർച്ചിൽ പോയി ഫാസ്റ്റിംഗ് പ്രയറിനും അറ്റൻഡ് ചെയ്ത്, അത് കഴിഞ്ഞ് രാത്രി ബസ്സും കയറി. എനിക്ക് തോന്നുന്നു അന്ന് ബസ്സൊക്കെ എലാങ്കയ്ക്കുള്ളത് വളരെ ചുരുക്കമാണ്. ബസ്സും കയറി ഞാൻ രാത്രി ചെന്ന് അങ്ങനെ കണ്ടിന്യൂ ദൈവസാന്നിധ്യത്തെ ഇരിക്കാനും ദൈവോചനം കേൾക്കാനും ഒക്കെ അങ്ങനെ വരാൻ തുടങ്ങി. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പം സ്ലോലി, ഞാൻ അന്ന് ഇലക്ട്രോണിക്സിനകത്തും ഹോം തിയേറ്ററിനകത്തും വർക്ക് ചെയ്തത്, സൗണ്ട് എഞ്ചിനീയറിംഗിനകത്തായിരുന്നു ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇപ്പൊ ഈ ചർച്ചിനകത്തുള്ള സൗണ്ട് നോയ്സ് എടുക്കുന്നത്, ഇങ്ങനെ ഓരോ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കുറെ പ്രാവശ്യം കേട്ടു. ആദ്യം ഒന്നും മിണ്ടിയില്ല, ആരെങ്കിലും ഒക്കെ ചെയ്തോട്ടെ ഒക്കെ ഓർത്തോണ്ടിരുന്നു. പക്ഷെ കുറെ പ്രാവശ്യമായ ഡിസ്റ്റർബൻസ് ഒക്കെ ആകുന്ന സമയത്ത്, ഹൗൾ ചെയ്യുന്ന ഇങ്ങനെയൊക്കെ സമയത്ത് അന്ന് സൗണ്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരാളുടെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു, അച്ഛാ ഇത് ഇന്നതുപോലൊക്കെ ചെയ്യാമെങ്കിൽ നല്ലതാ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു എന്നോട് ചോദിച്ചു, ബ്രദർ എവിടുന്നാ വരുന്നത്, ബ്രദർ എന്തോ ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ സൗണ്ട് എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇവിടെ വന്ന് എന്റെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സ്ലോലി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് കയറി ആ പുള്ളി ഇട്ടിട്ടങ്ങ് പോയി. ആ പുള്ളി അവിടെ ഇട്ടിട്ട് പോയി. അത് എനിക്ക് തോന്നുന്നു ഇതെല്ലാം പുള്ളി ആരെ ഏൽപ്പിച്ചിട്ട് പോകണമെന്ന് ഓർത്തോണ്ടിരിക്കുവായിരുന്നു തോന്നുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് പാസ്റ്റർ പറഞ്ഞു, ഈ സൗണ്ടിന്റെ കാര്യം നോക്കാൻ പറ്റുമെങ്കിൽ ഇന്ന ആളിനെ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ ആ അച്ഛാന്റെ ജോലി രാത്രി 10 മണി വരെ. അപ്പൊ പുള്ളിക്കാരൻ ഇതിനിടയ്ക്ക് ഓടി വന്ന് ചെയ്യാനും ഒക്കെ നോക്കുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഒരാളെ കിട്ടി, അങ്ങനെ എന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു. ചുരുക്കം പറഞ്ഞ അത് അങ്ങനെ തൊട്ട് തുടങ്ങിയായിരുന്നു
ഞാൻ എൻ്റെ 21ാമത്തെ വയസ്സിൽ നവംബർ 11 ബെഥലേജ് ചർച്ചിന്റെ മീഡിയയുടെ സ്റ്റാഫായിട്ട്, എന്ന് വെച്ചാൽ സൗണ്ട് മീഡിയയുടെ സ്റ്റാഫായിട്ട്, ഫസ്റ്റ് മീഡിയയുടെ സ്റ്റാഫായിട്ട് ചോദിച്ചു. അതെന്റെ ലൈഫിൽ എനിക്ക് വലിയൊരു ബ്ലെസ്സിങ് ആണ്, ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. കാരണം തകർന്ന് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത, ഒരു കാര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാത്ത എന്റെ ലൈഫിൽ ദൈവം അങ്ങനെ എനിക്ക് വലിയൊരു ഒരു ഒരു കിക്ക് സ്റ്റാർട്ട് വന്നു, ഫസ്റ്റ് കിക്ക് സ്റ്റാർട്ട്. പക്ഷെ ഞാൻ പിന്നീട് നാളുകൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ എന്റെ 15-16 വയസ്സുകളിൽ എന്നെ ദൈവം നടത്തിക്കൊണ്ട് പോയ ആ വഴികളെല്ലാം ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പദ്ധതിക്ക് വേണ്ടി ആയിരുന്നെന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായി. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ. ഞാന് ഞങ്ങളുടെ അന്നത്തെ നാട്ടിൽ നിന്നുകൊണ്ട് പാസ്റ്റർ കേട്ടിട്ടുണ്ട്, ഹാം റേഡിയോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, ഹാം റേഡിയോ. ഈ ഹാം റേഡിയോ പഠിക്കാൻ ഞാൻ കൊല്ലത്ത് പോയി. കാരണം വയർലെസ് സെറ്റുമായിട്ടൊക്കെ ഉള്ള ഒരു അങ്ങനത്തെ ഒരു കാര്യങ്ങൾ. ഇതിനിടയ്ക്ക് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു സി ബാൻഡ് ഡിഷ് ഉണ്ടായിരുന്നു, സി ബാൻഡ് ഡിഷ്. നമ്മുടെ ഇന്ന് DTHന്റെ ഡിഷായി, ഇന്ന് അതും പോയി, ഇന്ന് യൂട്യൂബിനകത്തായി, ഇന്ന് OTT പ്ലാറ്റ്ഫോമായി. അന്ന് സി ബാൻഡ് ഡിഷും അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ കേബിൾ ടിവിയുടെ കാര്യം അന്ന് ഭയങ്കര ഒരു കാര്യം, അത് പഠിക്കാൻ പോയി. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പോയതെല്ലാം ചർച്ചിനകത്ത് വന്ന സമയത്ത് എനിക്കിതെല്ലാം ബ്ലെസ്സിങ് ആയി തീർന്നു. ചർച്ചിനകത്ത് വന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനും പഠിക്കാനും, പിന്നെ എനിക്ക് വലിയൊരു കാര്യം, ആരെന്ത് പറഞ്ഞാലും എല്ലാ പണിയും ചെയ്യുക, എന്ത് പണിയും ചെയ്യുക. ദൈവം അങ്ങനെ എന്റെ ലൈഫിലുണ്ടല്ലോ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പാസ്റ്ററുകളുടെ, എമോറിസ് പാസ്റ്ററുടെ ലീഡർഷിപ്പിൽ നിൽക്കാനും വളരാനും പഠിക്കാനും കാണാനും അങ്ങനെ ദൈവം വലിയ, പ്രത്യേകിച്ച് അതിനെക്കാട്ടിലും ഉപരി മറ്റുള്ള ആൾക്കാരെല്ലാം സൺഡേ വന്ന് ആരാധന കണ്ടിട്ട് പോവാൻ, സൺഡേ വന്ന് ആരാധിച്ചു സന്തോഷിച്ചു എല്ലാവരും തിരിച്ചു പോകും. പക്ഷേ എനിക്ക് എന്റെ ലൈഫിൽ കിട്ടിയത്, എല്ലാവരും തിരിച്ചു പോകുമ്പോഴും ഞാൻ ഫുൾ ടൈം അവിടെ. കാരണം സൺഡേ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ തന്നെ ഉണ്ട്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ പിന്നെ അവിടെ തന്നെ ഉണ്ട്. ഇങ്ങനെ ഫുൾ ടൈം ചർച്ചിന് വേണ്ടി വർക്ക് ചെയ്യാനും, അങ്ങനെ പോകാനും പറ്റത്തില്ല, എങ്ങും പോകാനും ഇട്ടിട്ട് പോകാനും പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. പക്ഷെ ദൈവം എന്നെ അങ്ങനെ പണിയായിരുന്നു. ഒരു 2 വർഷം കഴിഞ്ഞ് 2000 എനിക്ക് തോന്നുന്നു രണ്ടെത്തിയപ്പോഴത്തേക്കിന് സ്ലോലി ഞാൻ മിനിസ്ട്രിക്കകത്തോട്ട് ഇറങ്ങാൻ ദൈവം എനിക്കൊരു ആഗ്രഹം. ആ സമയത്തൊക്കെ മറ്റേ ജോലി വിട്ടായിരുന്നോ? ആ ജോലി വിട്ടു. ആ ജോലി ഞാൻ ഫസ്റ്റ് അവിടെ ചെന്നു. എന്നോട് ഒരു ദിവസം സുനിൽ പാസ്റ്റർ എന്നോട് ഒന്ന് പറഞ്ഞു, എബ്രഹാം വർഗീസ് പാസ്റ്റർ, എമോറിസ് പാസ്റ്ററുടെ മൂത്ത മോൻ എബ്രഹാം വർഗീസ് പാസ്റ്റർ വന്ന് എന്നോട് പറഞ്ഞു, ചർച്ചിന്റെ ഡേ സ്പ്രിംഗ് ചാരിറ്റബിൾ ട്രസ്റ്റ് മീഡിയ മിനിസ്ട്രി നിന്നെ ചർച്ചിന്റെ മീഡിയയുടെ സ്റ്റാഫായിട്ട് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നാളെ പോയി മറ്റേ ജോലി വിട്ടിട്ട് വരണമെന്ന്. വേറൊരു അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ വേറെ സംഘർഷത്തിൽ, അവിടെ ചെന്നപ്പോൾ സാറ് പറഞ്ഞു പോകാൻ പറ്റത്തില്ല, 1 മാസം നീ സമയം തരാൻ പറയാൻ പോകാൻ പറ്റത്തില്ല. പുള്ളി എന്നോട് പറഞ്ഞു, നിനക്ക് സാലറിയും തരത്തില്ല, നിനക്ക് സർട്ടിഫിക്കറ്റും തരത്തില്ല, ഒന്നും തരത്തില്ല. ഞാൻ അങ്ങനത്തെ ഒരു ഭയങ്കര ധർമ്മസങ്കടത്തിലായി. പക്ഷെ ഒരു തീരുമാനം എടുത്തു. എനിക്ക് തോന്നുന്നു എന്റെ ജോലി അതിനെക്കാട്ടിലും ഉപരി എന്റെ കർത്താവിനെ സേവിക്കുന്ന എനിക്ക് ഏറ്റവും വലുത് എന്ന് തീരുമാനിച്ചതുകൊണ്ട് ഞാൻ എന്തുകൊണ്ടെന്നറിയോ, സാറേ എനിക്ക് സർട്ടിഫിക്കറ്റും വേണ്ട, പൈസയും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ എന്നിട്ട് സാറിനോടൊരു വാക്ക് പറയും, സാറേ ഞാൻ പൊതുവെ അവിടുന്ന് പോകുന്ന ആൾക്കാരെല്ലാം എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോകും. കാരണം അവിടുത്തെ സൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര, അന്നത്തെ ഒത്തിരി എന്തുവാ ഈ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഒക്കെ വെക്കുന്ന ബ്യൂട്ടിഫുൾ നല്ല ഇന്നത്തെ ടെക്നോളജി പോലെ അല്ല. അപ്പം അവിടുന്ന് പോകുന്നവർ പിള്ളേർ മൊത്തം ഒന്നുകിൽ ബോർഡ് മോഷ്ടിച്ചോണ്ട് പോകും, അല്ലെങ്കിൽ സിസ്റ്റം മോഷ്ടിച്ചോണ്ട് പോകും, എല്ലാം മോഷ്ടിച്ചു. ഞാൻ ഈ സാർ എനിക്കൊരു ഗിഫ്റ്റ് തന്നാൽ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് ഒന്നും വേണ്ട, ഈ ഗിഫ്റ്റ് വേണം, ഞാൻ തിരിച്ചു തരാം. സാർ എനിക്ക് ഒറ്റ കാര്യം തന്നാൽ ഞാൻ സാറിന്റെ ഒരു റെസിസ്റ്റർ പോലും ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് ഒറ്റ കാര്യം ചെയ്താൽ സാർ എനിക്ക് പോകാൻ പെർമിഷൻ തന്നാണ്. പുള്ളിക്ക് അതൊക്കെ ഭയങ്കര, ഇല്ല നീ അങ്ങനെ 1 മാസം നിന്നിട്ടേ പോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ സാറേ ഇല്ല, എനിക്ക് ഇങ്ങനെ ചർച്ചിനകത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അപ്പൊ ഞാൻ അങ്ങനെ പോവാം. പുള്ളിക്കാരൻ ഒന്ന് ചർച്ചിനോട് പറഞ്ഞാൽ ദേഷ്യം കൂടെ. പക്ഷെ ഞാൻ അന്ന് സാറിനോട് പറഞ്ഞില്ല, സാറേ ഞാൻ ഇനി നാളത്തോട്ട് വരത്തില്ല, ഞാൻ മിനിസ്ട്രിക്ക് വേണ്ടി പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നു. പക്ഷെ പുള്ളിക്കാരൻ അത് ദേഷ്യമായിരുന്നു വർഷം. പക്ഷേ എന്ത് പറ്റിയെന്നറിയാം വർഷേ, നാളുകൾ കഴിഞ്ഞ് ഇദ്ദേഹം, എനിക്കൊന്ന് ഒരു 10 വർഷം കഴിഞ്ഞ് ഇദ്ദേഹം ചർച്ച വന്നു.
ചർച്ച വന്നപ്പോൾ ഞാൻ സ്റ്റേജിൽ നിന്ന് പാട്ട് പാടും. ഞാൻ സാറിനെ കണ്ടപ്പോൾ ഞാൻ ഇറങ്ങി അവിടെ ചെന്ന് സാറിന്റെ അടുക്കൽ ചെന്ന് കൈ കൊടുത്തു. സാർ എന്നെ പിടിച്ച് മാറ്റി വെച്ചപ്പോ, റോയ്, എനിക്ക് അന്ന് നിന്നോട് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയായിരുന്നു, നീ ഒറ്റ സാധനം പോലും എടുക്കാതെ ഞങ്ങളുടെ അടുക്കൽ നിന്ന് പോയത്. നീ അന്ന് എന്നോട് പറഞ്ഞു, ഞാൻ തന്ന ഗിഫ്റ്റും വേണം തിരിച്ചു തന്നേക്കാം, എന്നെ മിനിസ്ട്രിക്ക് വേണ്ടി വിട്ടാൽ മതി. പക്ഷെ റോയ്, നിന്റെ വിളി ഇതായിരുന്നു. നിന്നെ കുറിച്ച് ഇന്ന് എനിക്ക് അഭിമാനം, നിന്റെ വിളി ഇതായിരുന്നു. പിന്നെ സാർ എന്നോട് ഭയങ്കര കൂട്ടായിരുന്നു. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ടാ ഫസ്റ്റേ നേരെ എനിക്കൊന്ന് ബ്ലസ് തിരുവല്ലായിക്ക് എല്ലാവരും കൂടി പോവാം. എന്റെ ജോലി ബുക്ക് വിൽക്കുക, മെമ്മോറിയസ് പാസ്റ്ററുടെ ബുക്ക് വിൽക്കുക. ഇതായിരുന്നു എന്റെ ജോലി. സോ അങ്ങനെ കാണാനും അങ്ങനെ എല്ലാം കൂടെ പോയതാണ്. ദൈവം അവിടുന്ന് സ്ലോലി ദൈവം എന്നെ പണിയാൻ തുടങ്ങി. അവിടുന്ന് പണിയാൻ തുടങ്ങി. ഞാൻ പൊതുവെ ആരോടും മിണ്ടാൻ പോകത്തില്ല. എന്നോട് ആരും എന്ത് പറഞ്ഞാലും പണി ഞാൻ ചെയ്യുവാൻ, എന്ത് പണിയും ചെയ്യുവാൻ. അറിയത്തില്ലെങ്കിൽ പഠിക്കുമായിരുന്നു. ആരോടും ഞാൻ നോ പറയത്തില്ല, പണി ചെയ്യുവാൻ. അങ്ങനെ പക്ഷെ എന്റെ ലൈഫിൽ, കാരണം ഇതെല്ലാം എന്റെ ഉള്ളിൽ കിടക്കുന്ന വേദന നോക്കുവായിരുന്നു. കാരണം ഓൾറെഡി തകർന്നു, എങ്ങും വല്ലാത്തൊരു ലൈഫ്. പക്ഷെ ദൈവം തരുന്ന ഒരു അനുഭവം ഇനി ഒരിക്കലും ഉഴപ്പാൻ പറ്റത്തില്ല. അങ്ങനെ ഉള്ളത് കൊണ്ട് പക്ഷെ എല്ലാ പണികളും ഞാൻ ചെയ്യുമായിരുന്നു. വണ്ടി കഴിവായിരുന്നു, ബാത്റൂം കഴിവായിരുന്നു, ബാപ്റ്റിസം ടാങ്ക് കഴിവായിരുന്നു, ഇലക്ട്രിക്കൽ ചെയ്യുമായിരുന്നു, പ്ലംബിങ് ചെയ്യുമായിരുന്നു, സൗണ്ട് ചെയ്യുമായിരുന്നു, വീഡിയോ ചെയ്യുമായിരുന്നു, എല്ലാ പണിയും ചെയ്യുമായിരുന്നു. വണ്ടി ഓടിക്കുമായിരുന്നു, പച്ചക്കറിക്ക് മേടിക്കണമേ, എന്തോ വേണോ ഞാൻ അവൈലബിൾ ആയിരുന്നു. പക്ഷെ ആരോടും മിണ്ടാനും പോകത്തില്ല. പാസ്റ്ററുകളോടും കുടുംബത്തോടും മാത്രം കണക്റ്റഡ് ആയിട്ട് നിൽക്കും. ചർച്ചിൽ തന്നെ കാണും. അവിടെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അവിടെ ചെയ്യും, ഇല്ലെങ്കിൽ അവിടെ തന്നെ കിടന്ന് ഉറങ്ങും. കാരണം ദൈവസ്ഥാനത്തിൽ കിടന്ന് ഉറങ്ങും, അവിടെ കിടക്കുക, എങ്ങും പോകത്തില്ല. അവർ വിളിച്ചാൽ ഓടിച്ചില്ല, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാം. പണി ഉണ്ടെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. ഇങ്ങനെ ഒരു ലൈഫിലായിരുന്നു. പക്ഷേ എന്റെ ലൈഫിന് അത് ദൈവസാന്നിധ്യത്തിൽ ഇരുന്നതും അതെല്ലാം ഉണ്ടല്ലോ. മിനിസ്ട്രിക്ക് അത് ഇറങ്ങണമെന്നൊന്നും ആഗ്രഹമില്ല. പക്ഷെ സ്ലോലി അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ ചെന്ന് നിന്നത് കൊണ്ട് മിനിസ്ട്രിയിലോട്ട് ഇറങ്ങാൻ ഒരു ആഗ്രഹം ദൈവമായിട്ട് ഇട്ടു. അങ്ങനെ ഫസ്റ്റ് ദൈവം എന്നെ പണിയുന്നു. പക്ഷെ ഇതിനിടയ്ക്ക് മിനിസ്ട്രിയിലോട്ടൊക്കെ വരുന്ന സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ കൂടെ ഒക്കെ പോയി. പക്ഷെ എനിക്കറിയാം, ആ സമയത്ത് എനിക്ക് മാനസികമായിട്ട് ഒത്തിരി തകരുമായിരുന്നു. ആരെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി കരയുമായിരുന്നു. ആരും അറിയാതെ പോയിരുന്ന കാര്യം. പിന്നെ കണ്ണുനീർ ഉടച്ചിട്ട് പോയി ആരും അറിയാത്ത പോലെ വർക്ക് ചെയ്യും. ഇങ്ങനെയായിരുന്നു. പക്ഷെ അവിടുന്നൊക്കെ ദൈവം പണിതുയർത്തി മാറ്റി കാര്യങ്ങളെ കാണാനും കൂടെ വലിയൊരു അവസരം. ഇങ്ങനെയാണ് എന്റെ ലൈഫിന്റെ ആ ഒരു ചെറു അവിടെ തൊട്ടുള്ള ഒരു തുടക്കം. ഇങ്ങനെ മിനിസ്ട്രിയിലേക്ക് വരുന്ന തുടക്കം വരെ. അതെ പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ പാസ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. മിനിസ്ട്രി തുടങ്ങി. പാസ്റ്റർ ഇടയ്ക്ക് പറഞ്ഞു, പിന്നെ എനിക്ക് പാടാനും പറയാനും ഒന്നും അറിയാത്ത ആളാണെന്ന്. ഇത് ഒരു പാസ്റ്ററുടെ ഒരു താഴ്മ കൊണ്ട് പറഞ്ഞതാണ്. പാസ്റ്റർ അത്യാവശ്യം പാടും. ഞാൻ ഒരു കാര്യം വിട്ടുപോയി കേട്ടോ. ഇടയ്ക്ക് പാസ്റ്ററെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കണം, അല്ലെങ്കിൽ ഇന്ന് വർഷിപ്പ് പാസ്റ്ററിനെ ലീഡ് ചെയ്യണമെന്ന് പറയാൻ ഞാൻ വിട്ടുപോയി. എൻ്റെ ഓർമ്മ വന്നില്ല, ക്ഷമിക്കണം. പാസ്റ്റർ കുറേ നാളുകൾ പിന്നെ വർഷിപ്പ് ടീമിലല്ലേ, ബഥേലേജി ചർച്ചിൻ്റെ വർഷിപ്പ് ടീമിൽ പിന്നാമ്പുറത്ത് നിന്ന് മുന്നിലേക്ക് പാസ്റ്റർ കുറെ നാളുകൾ വന്നു. ദൈവം കൊണ്ടുവന്നു. പക്ഷേ ഞാൻ ഒരിക്കലും അത് ഭംഗിവാക്ക് പറഞ്ഞല്ല. പക്ഷേ എനിക്ക് പാടാൻ അറിയത്തില്ലെന്ന് ഈ വലിയ പാട്ടുകാർ പറയുന്ന പോലെ ഭംഗിവാക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പാടാൻ അറിയത്തില്ല. പക്ഷേ ഇതൊക്കെ നമ്മുടെ മേലിൽ എനിക്ക് എങ്ങനെ പാട്ട് പാടാൻ അവസരം കിട്ടിയെന്ന് ഞാൻ പറയും. ഞാൻ സൗണ്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ സൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാവരും പോയി കഴിയുമ്പോൾ ഞാൻ പോയി അവിടെ പോയി മൈക്കൊക്കെ എടുക്കും, എന്തെങ്കിലുമൊക്കെ ഒന്ന് മൂളി നോക്കും, അവിടെ വെച്ചിട്ടിങ്ങ് പോരും, ആരും കേൾക്കണ്ടെന്നത് വെച്ചിട്ടു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് എല്ലാവരും ഒക്കെ പരിചയമായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മൈക്ക് പോയി ഇവരുടെ കൂട്ടത്തിൽ മൈക്ക് എടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞു, നീ ഇപ്പോ അവിടെ പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ സൗണ്ടിനെടുക്കാൻ പോയിരുന്നു, നീ ഇങ്ങോട്ട് വരണ്ട, അവിടെ പോയിരുന്നോളാൻ പറഞ്ഞു ഒരാൾ. ഞാൻ ചിരിച്ചു കാണിച്ചിട്ട് ഇങ്ങനെ പോകുന്നു. പക്ഷെ ഉള്ളി ഭയങ്കര വിഷമായി. പക്ഷേ പിന്നീട് എങ്ങനെ ഞാൻ പാട്ട് പാടാൻ ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2004 ചർച്ചിന് ഒരു വലിയ പ്രശ്നം, ലാൻഡ് മേടിച്ചു. അത് വലിയൊരു പ്രശ്നമാണ്, കുറെ ലീഗൽ ഇഷ്യൂസുമാണ്. ആ സമയത്ത് ചർച്ച് എല്ലാവരും കൂടി തീരുമാനിച്ചു 40 ദിവസം ഉപവസിക്കുക. കാരണം ഈ ഒരു കേസിനകത്തുനിന്ന് ഒരു വിടുതൽ കിട്ടാൻ വേണ്ടി 40 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ 40 ദിവസം ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ആൾക്കാർ വരും. അപ്പൊ ആൾക്കാർ വരുന്ന സമയത്ത് ആരെങ്കിലും പാട്ട് പാടാൻ വേണം. എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ എന്തുവായാലും സൗണ്ടിനോട് ഇരിക്കുക,
എന്നോട് പറഞ്ഞു നീ തന്നെ പാട്ട് പാടിക്കോളാം. പക്ഷേ ഞാൻ അങ്ങനെ ഈ ആരും ഇല്ലല്ലോ എന്നോർത്തുകൊണ്ട് പാട്ട് പാടാൻ തുടങ്ങി ഈ 40 ദിവസം കൊണ്ട് എന്റെ പാട്ടങ്ങ് തെളിഞ്ഞു. അതാണ് അങ്ങനെയാണ് പറ്റിപ്പോയത്. അങ്ങനെയാണ് പറ്റിപ്പോയത്. അല്ലാതെ പക്ഷെ ഓരോ പ്രാവശ്യം പാസ്റ്റർ ഞാൻ ലാസ്റ്റിൽ ഇറങ്ങുന്ന ആ സമയം വരെ ഭംഗിവാക്ക് പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും ഞാൻ സ്റ്റേജിൽ കയറും പറയും. അപ്പൊ എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല. പക്ഷെ എനിക്കറിയാം ദൈവം എന്റെ മേൽ വലിയൊരു അനോയിന്റിങ് പറഞ്ഞിട്ടുണ്ട്. വലിയൊരു അനോയിന്റിങ്. പക്ഷെ ഞാൻ പാട്ട് പാടാൻ കയറി കഴിഞ്ഞ ആൾക്കാർ കൂട്ടമായിട്ട് കരയാന്നു. എനിക്ക് അതറിയാം. എനിക്ക് അത് ഞാനും ഉള്ളു തുറന്നങ്ങ് പാടും. അപ്പൊ എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല, ദൈവം മാനിച്ചില്ലെങ്കിൽ നടക്കത്തില്ല എന്നോർത്തുകൊണ്ട് ഉള്ളു തുറന്നങ്ങ് പാടുമായിരുന്നു. ആരാധിച്ചോ ആരാധിച്ചില്ലയോ, പക്ഷെ ഞാൻ അവിടെ നിന്നോണ്ട് ദൈവത്തെ അങ്ങ് ആരാധിക്കുമായിരുന്നു. പക്ഷെ എനിക്കറിയാം പക്ഷെ ഭയങ്കരമായിട്ട് അനോയിന്റിങ് മൂവ് ചെയ്ത്, ഭയങ്കരമായിട്ട് അനോയിന്റിങ്. കാരണം പാട്ട് പാടാൻ സ്റ്റേജിലോട്ട് കയറുമ്പോഴത്തേന് ആൾക്കാർ കരയാൻ തുടങ്ങി ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കും ആൾക്കാർ, മീറ്റിംഗ് ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും ആൾക്കാർ വന്ന് പറയും പാസ്റ്ററെ, പാസ്റ്ററല്ലേ ബ്രദറെ, ഇന്നത്തെ പാട്ടിനകത്ത് ഭയങ്കര ദൈവസാന്നിധ്യം വരും. പക്ഷെ ടെക്നിക്കലി ഓഫ് ആയിരുന്നു, സ്കെയിലില്ലായിരുന്നു, അതായിരുന്നു എല്ലാം, അത് വേറെ കാര്യമുണ്ട്. പക്ഷെ ഇവരുടെ വാക്ക് കേൾക്കും എനിക്ക് ഭയങ്കര ആശ്വാസം. പക്ഷെ സ്ലോലി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. കാരണം നമുക്ക് ഉഴപ്പാൻ പറ്റത്തില്ല. സ്ലോലി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. സ്കെയിൽ അറിയാത്ത പിന്നെ പോയി സ്കെയിലും ഋതവും ഏതൊക്കെയാ കോഡും ഇങ്ങനെയൊക്കെ പഠിക്കാൻ തുടങ്ങി. ആരും ഇല്ലാത്ത സമയത്ത് ആൾക്കാരെ വിളിച്ച് കീബോർഡ് അറിയാവുന്ന ആൾക്കാരുടെ കൂടെ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ലാസ്റ്റ് വരെയും പക്ഷേ എന്നെ നിർത്തിയത് ദൈവത്തിന്റെ അഭിഷേകവും കൃപയും പക്ഷേ. അല്ലാതെ എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല, ഒട്ടും അറിയത്തില്ല. ഞാനത് ഭംഗിവാക്ക് പറഞ്ഞല്ല പക്ഷേ. എന്റെ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് അറിയത്തില്ല പക്ഷേ. ദൈവത്തിന് ഇഷ്ടം. ഫസ്റ്റ് ഈ A.W. ടോസർ A.B. സിംസനെ കുറിച്ച് എഴുതിയൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. A.B. സിംസൺ അദ്ദേഹത്തിൻ്റെ തിയോളജിക്കൽ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 2 ഓപ്ഷൻ വന്നു. ഒന്ന്, ഒരു ചെറിയ ചർച്ചിൻ്റെ പാസ്റ്ററാകുക, ചലഞ്ചസ് ഒന്നുമില്ല. രണ്ടാമതൊരു വലിയ ചർച്ചിൻ്റെ പാസ്റ്ററാകുക. അപ്പോൾ അദ്ദേഹം പിന്നെ രണ്ടിൽ എളുപ്പം ചെറിയ ചർച്ചിൻ്റെ പാസ്റ്ററായി പഠിച്ചിട്ട് പിന്നെ വലിയ ചർച്ചിൻ്റെ പാസ്റ്ററാകുക. പക്ഷേ അദ്ദേഹം നേരിട്ട് വലിയ ചർച്ചിൻ്റെ പാസ്റ്ററായി. കാരണം വലിയ ചർച്ചിൽ ചലഞ്ചസ് കൂടുതലുള്ളത് കൊണ്ട് ഗ്രോ ആകാനുള്ള സാധ്യത കൂടുതലുണ്ട്. പാസ്റ്റർക്ക് കിട്ടിയ അവസരം ബഥേൽ എജി ചർച്ച്, ചലഞ്ചസ് കൂടുതലുണ്ട്, റിക്വയർമെൻറ്റ് കൂടുതലാണ്, ആൾ കൂടുതൽ മുമ്പ് വരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയൊക്കെ ചെയ്ത് അഭിഷേകം വർദ്ധിപ്പിച്ചേ മതിയാകത്തുള്ളൂ. അതൊരു വലിയ ഘടകമാണ്. ആയിരുന്നു പക്ഷേ അത് വലിയൊരു അനുഗ്രഹമായിരുന്നു പക്ഷേ. ചർച്ചിന്റെ കൂടെ നിൽക്കാൻ പറ്റിയതും പ്രത്യേകിച്ച് എമേറിസ് പാസ്റ്റർ ലീഡർഷിപ്പിൽ നിൽക്കാൻ പറ്റിയത് എനിക്ക് വലിയൊരു ബ്ലെസ്സിങ് ആണ്, വലിയൊരു ബ്ലെസ്സിങ്. ഇന്നും പാസ്റ്ററുകളോടുള്ള ഒരു വലിയൊരു ബന്ധം എല്ലാ ദിവസവും പാസ്റ്റർ ഞാൻ പോയിട്ട് ചെന്ന സമയത്ത് പാസ്റ്ററിനെ വിളിച്ചു, പ്രാർത്ഥിച്ചു. പാസ്റ്റർ എനിക്കൊന്നും പാസ്റ്റർ വരുന്നതിന്റെ 2 ദിവസം മുമ്പ്. സോ ഇന്നും വലിയൊരു ബന്ധം. കാരണം എനിക്കറിയാം ഒരിക്കല് ദൈവം നമ്മളെ ആരെ കൂടെ നിർത്തിയാ വളർത്തിയത്. ഒരിക്കലും അപ്പനെ മറക്കൻ എന്നുള്ളൊരു കാര്യം. ഇപ്പം ഇന്ന് പാസ്റ്ററുടെ കൂടെ അല്ല ഞാൻ, ഇന്ന് ബഥേൽ ചർച്ചിന്റെ കൂടെ അല്ല ഞാൻ, 9 വർഷമായി. പക്ഷേ നമ്മളെ നടത്തിയവരെ ഓർക്കാനും നമ്മളെ നടത്തിയവരെ ബഹുമാനിക്കാനും അവരെ ഓർത്ത് സ്തോത്രം ചെയ്യാനും ബൈബിൾ പഠിപ്പിക്കുന്നു. എനിക്ക് ഇന്നും സ്റ്റിൽ ഞാൻ കർത്താവിന്റെ ദാസനോട് കൂടെ കണക്റ്റഡാ. ഇടയ്ക്ക് ഞങ്ങൾ വിളിക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും, പ്രാർത്ഥിക്കും. റീസെന്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും. എന്റെ ലൈഫിൽ അത് എനിക്കൊരു വലിയ ബ്ലെസ്സിങ്, എനിക്കും എന്റെ കുടുംബത്തിനും അത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. പാസ്റ്ററെ, മറ്റനുഭവങ്ങൾ പറയാം. അതായത് ജീവിതത്തിൽ ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്ത അൺയൂഷ്വൽ അനുഭവങ്ങളുണ്ട്. ലൈഫ് ലൈറ്റിനെ കുറിച്ച് പറയാം, സ്പിരിച്വൽ എൻകൗണ്ടേഴ്സിനെ കുറിച്ച് പറയാം. പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ശരി പാസ്റ്ററെ, ഞാൻ മിനിസ്ട്രിക്കകത്തേക്ക് ഇറങ്ങുന്നത് 2002-2003 ആ കാലഘട്ടങ്ങളിൽ സ്ലോലി ഇങ്ങനെ മിനിസ്ട്രിക്കകത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ദൈവദാസന്മാരുടെ കൂടെ ഒന്ന് പോകും, അവരുടെ വണ്ടി ഓടിക്കാൻ പോകും. അപ്പൊ എന്നോട് പറയുന്നത് 10 മിനിറ്റ് പ്രസംഗിക്കണം. പ്രത്യേകിച്ച് മോനിപ്പാസ് എന്നൊരു ദിവസം ഉണ്ടായിരുന്നു. എന്നെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരൻ വണ്ടി ഓടിക്കാൻ വിളിച്ചോണ്ട്, മടിവാളയ്ക്ക് കൊണ്ടോ വണ്ടി ഓടിക്കാൻ വിളിച്ചു. സുഗതാദാസൻ പറയും അവിടെ ചെല്ലുമ്പോൾ 10 മിനിറ്റ് എടുക്കണം, 10 മിനിറ്റ് എടുക്കണം. ഇങ്ങനെ പറയാനും ഒക്കെ അവസരം തന്ന് സ്ലോലി അങ്ങനെ ദൈവം എന്നെ ശുശ്രൂഷയ്ക്കകത്താക്കുന്നു. പക്ഷെ എന്റെ ഉള്ളിനകത്ത് ഭയങ്കര ഒരു പാഷൻ കിടപ്പുണ്ടായിരുന്നു, യൂത്തിന് വേണ്ടി റീച്ച് ചെയ്യാൻ, യൂത്തിന് വേണ്ടി. അങ്ങനെ 2003-04 തന്നെ ചർച്ചിനകത്ത് യൂത്തിന്റെ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ ദൈവം എനിക്കൊരു അവസരം. കാരണം ദൈവം അത് വലിയൊരു അനുഭവമായിരുന്നു.
2005 എത്തിയ സമയത്ത് ഒരു യൂത്ത് മീറ്റിംഗ് പ്ലാൻ ചെയ്യാൻ വേണ്ടി എല്ലാം റെഡിയായി. പക്ഷെ അത് കുറെ കാരണങ്ങളാൽ മാറിപ്പോയി. കാരണം നമുക്ക് പ്രായമില്ല, 22 23 വയസ്സേ ഉള്ളൂ. വലിയ വലിയ ആൾക്കാരുള്ളപ്പം നമുക്ക് അങ്ങനെ നടക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വന്നു, അതങ്ങനെ മാറിപ്പോയി. പക്ഷെ 2006 എത്തിയപ്പോൾ അവിടെ തൊട്ട വർഷം മിനിസ്ട്രിക്കകത്ത് വലിയൊരു അടുത്തൊരു ലെവലിലോട്ട് വരും. യൂത്ത് മിനിസ്ട്രി നടത്താൻ വേണ്ടി ഞാനൊന്ന് എന്തോ ദൈവം എന്റെ ഉള്ളിൽ ഒരു പ്രേരണ വന്നു. അങ്ങനെ ഒന്ന് തുടങ്ങാൻ നോക്കി. പക്ഷെ ഇതിനകത്ത് കുറെ അനുഭവങ്ങളുണ്ട്. പക്ഷെ ഞാൻ അവിടെ തൊട്ട് ഒന്ന് കുറെ പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറയാം. പക്ഷെ അന്നത്തെ ചർച്ചിനകത്ത് ഏകദേശം നമുക്ക് 100/100 അത്ര, അല്ല 80/80 100/100 അത്രയും കൂടി ഉള്ളൂ അന്നത്തെ ആ സ്ഥലം. അന്നത്തെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ യൂത്ത് മീറ്റിങ്ങിനകത്ത് പക്ഷെ എനിക്ക് ഭാഷ അറിയത്തില്ലായിരുന്നു, എനിക്ക് ആരെയും കോണ്ടാക്ട് ഇല്ലായിരുന്നു, ഒറ്റ കാര്യങ്ങളില്ല എനിക്ക്. പക്ഷെ ഒരു ഞാൻ പാട്ട് പാടത്തില്ല അന്നത്തെ സമയത്ത്. പാട്ടൊക്കെ പാടുന്ന വർഷങ്ങൾ കഴിയുമ്പോഴാണ്. ഇതൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് പക്ഷേ യൂത്ത് മിനിസ്ട്രി ചെയ്യാൻ വേണ്ടി ഒന്ന് ഇറങ്ങി. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് ജാനുവരി 26 2006 ജാനുവരി 26 ഒറ്റ ദിവസം കൊണ്ട് 1200 പേര് ചർച്ച വരാൻ തുടങ്ങി, പുതിയ ആൾക്കാർ. 1200 പേര്. പക്ഷെ എന്നിട്ട് അന്ന് ആ ചർച്ച് അവിടെ നിന്നുള്ള ഷീറ്റ് പൊളിച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അത് അങ്ങനെയൊന്ന് എനിക്ക് മനസ്സിലായി, കർത്താവ് എന്റെ കഴിവ് ഒന്നും ഇല്ലെങ്കിൽ പോലും ദൈവം ഭയങ്കരമായിട്ട് യൂത്ത് മിനിസ്ട്രിക്ക് അകത്തൂടെ വർക്ക് ചെയ്തു. പക്ഷെ ഈ വന്ന ആൾക്കാരെല്ലാം മെഡിക്കൽ പ്രൊഫഷണൽസും IT ആൾക്കാരും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ അവിടെ തൊട്ട് കോളേജസിനകത്തോട്ട് ഓപ്പണിംഗ് തരാം. ആദ്യത്തെ പ്രാവശ്യം. പിന്നെ ഓരോ വർഷം കഴിയുന്തോറും പക്ഷെ ഏറ്റവും കുറവ് പിന്നെ ലാസ്റ്റില് മീറ്റിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് 120 നഴ്സിംഗ് കോളേജിൽ ഒരുമിച്ച് ചേർന്ന് മീറ്റിങ്ങുകൾ നടത്താനും അവരെ കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ദൈവം വലിയൊരു അവസരം. അത് നിമിത്തം ഓരോ കോളേജസിൽ, പക്ഷെ കോളേജിൽ ചെല്ലും. ശരിക്കും പറഞ്ഞാൽ അവിടെ ചെല്ലുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറയും. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴത്തേന് ആൾക്കാരെല്ലാം കൊണ്ട് കരയാൻ ഇതായിരുന്നു. അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കോളേജ് ഉണ്ടായിരുന്ന എന്തെങ്കിലും പിള്ളേരുടെ ദേഹത്തുണ്ടായിരുന്ന കുറെ ഭൂതമോ ബാധയോ ഇതെല്ലാം കൂടെ ഇളകാൻ തുടങ്ങി. ഇവരെല്ലാം കൂടെ കൂട്ടമായിട്ട് ചർച്ചിലോട്ടേക്ക് പോയി. എനിക്ക് മനസ്സിലായി സ്ലോലി കഴിഞ്ഞപ്പം ഇതെന്തോ സംഭവിക്കുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു ദിവസം ഒരാളോട് പറഞ്ഞു, യൂത്ത് മിനിസ്ട്രിക്കകത്ത് ദൈവത്തിന്റെ ഒരു അഭിഷേകം നിന്റെ മേൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നീ പോകുന്നിടത്തെല്ലാം യൗവനക്കാർ വരുന്നു. നിന്റെ കൂടെ യൗവനക്കാർ വരാനുള്ളതിന്റെ കാരണം യൂത്ത് മിനിസ്ട്രിക്കകത്ത് നിന്റെ മേൽ അഭിഷേകം കിടപ്പുണ്ട്. പക്ഷേ ചുരുക്കം പറഞ്ഞ ഐ ആം നോട്ട് എക്സാജുറേറ്റിംഗ്, 1000-ലധികം കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ടു. 1000-ലധികം കുഞ്ഞുങ്ങൾ. ഇത് ലൈവ് പ്രോഗ്രാം എന്ന് എനിക്കറിയാം, അതുകൊണ്ട് പൂർണ്ണ ഉറപ്പോടുകൂടെ പറയാം. എത്ര വർഷം 1000-ലധികം പിള്ളേർ രക്ഷിക്കപ്പെട്ടു. ഓരോ കോളേജിലെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഒരു കോളേജിൽ നിന്നൊക്കെ 40-50 പേരെ പക്ഷേ ഒരു 3 വർഷം കഴിയുമ്പോൾ സ്നാനപ്പെട്ടിട്ട് പോകുന്നു. 40 പേരൊക്കെ സ്നാനപ്പെട്ടിട്ട് പോകുന്നു. ഇങ്ങനെ ഓരോ അങ്ങനെ വർഷോർത്ത് 30 കോളേജിൽ റെഗുലർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. 30 കോളേജിൽ റെഗുലർ മീറ്റിംഗ് ഒരു മാസത്തിൽ. 120 കോളേജ് ഞങ്ങൾ പോയി റീച്ച് ചെയ്യുമായിരുന്നു. 120 കോളേജ്. അന്ന് ബാംഗ്ലൂർ സിറ്റിയിൽ KNCയുടെ ലിസ്റ്റ് പ്രകാരം 357 കോളേജ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ 120 കോളേജിൽ റീച്ച് ചെയ്യാൻ പറ്റിയുള്ളൂ. പക്ഷെ ഒത്തിരി യൗവനക്കാരുടെ ലൈഫിൽ വിടുതൽ നടക്കാറുണ്ട്. പക്ഷെ ദൈവം അതൊക്കെ സ്ലോലി ദൈവം എന്നെ പല ഏരിയകളിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ജോലിക്കകത്ത് ദൈവം എന്നെ ഉയർത്തി. ഞാൻ മീഡിയയുടെ സ്റ്റാഫായിട്ട് കയറി. ദൈവം എന്നെ പ്രോപ്പർട്ടി മാനേജറായിട്ട് അവിടുന്ന് ഉയർത്തി. ഏറ്റവും ലാസ്റ്റിലെത്തി പ്രോപ്പർട്ടി മാനേജറായി. അത് കഴിഞ്ഞു വർഷിപ്പ് ടീമിനകത്ത് യൂത്ത് മിനിസ്ട്രിക്കകത്തൂടെ കയറി. ഒത്തിരി യൗവനക്കാർ വിടുതലാകാൻ തുടങ്ങി. ഒത്തിരി അവര് ചിലർ സ്നാനപ്പെടാൻ തുടങ്ങി, രക്ഷിക്കപ്പെടാൻ തുടങ്ങി. ചിലർ പാസ്റ്റേഴ്സായി, ചിലർ ഒത്തിരി പേര് പാസ്റ്റേഴ്സായി. അങ്ങനെ ഇവരെയൊക്കെ ദൈവം ശുശ്രൂഷിക്കാൻ ദൈവം വലിയൊരു ഒരു അഭിഷേകവും നിയോഗവും എന്തോ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി മാസ്റ്റർ. പക്ഷെ നമ്മുടെ ലൈഫ് എങ്ങനെ ആയിരുന്നു എന്നുള്ളത് എനിക്കറിയാം. തകർന്നൊരു ലൈഫായിരുന്നു. പക്ഷെ ദൈവം അവിടുന്ന് അങ്ങ് ഒത്തിരി യൗവനക്കാരെ പണിയാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചു. സ്ലോലി പാസ്റ്ററെ ഇങ്ങനെ ജോലിയും മിനിസ്ട്രിയുമായിട്ടൊക്കെ കടന്നുപോയി. 2006 എത്തിയപ്പോഴത്തേക്കിന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എനിക്ക് ഇവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. പക്ഷെ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ആഗ്രഹം ഇതാണ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
ഞാൻ രാത്രിയിൽ പ്രാർത്ഥിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ദൈവം എന്നോട് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് എന്ന് കർത്താവ് എന്നോട് പറയാൻ. പക്ഷെ 2004 6 2004 സുനാമി നടക്കുന്നതിന് ഒരു 3 മാസം മുമ്പ് എനിക്ക്, ഞാൻ ഈ വാക്ക് കേട്ടു ഇരുന്ന് കരയാൻ തുടങ്ങി. എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ മിക്കവാറും പിന്നീടുള്ള രാത്രികളിൽ മൊത്തം ഞാൻ കരയുന്നു. എനിക്ക് എന്തിനാ കരയുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ആൻഡമാനിൽ എന്റെ ആരുമില്ല, ഒരാൾ പോലും എനിക്ക് പരിചയമില്ല. ഞാനിത് കരയും. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് എന്ന് പറഞ്ഞ് കരയും. ഞാൻ ഇതിനോട് ഇടയ്ക്ക് പോയി അന്നുണ്ടായിരുന്ന ആൾക്കാരോടൊക്കെ ഹെൽപ്പ് ചോദിച്ച് ഒരു പോസ്റ്റർ ഉണ്ടാക്കി ഇതിന്റെ കട്ടിലിനടിയിലും അവിടെ ഒട്ടിച്ചു വെച്ച് ഇതിന് ആൻഡമാൻ നിക്കോബാറിന് വേണ്ടി പ്രാർത്ഥിക്കുക, ആൻഡമാൻ ഐലൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡിസംബർ 26 ഒരു ഞായറാഴ്ച ഞാൻ സൺഡേ ആരാധന കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ ഇതിനിടയ്ക്ക് ഒരു സ്വപ്നമൊക്കെ കാണാനിടയായി. ഒരു സ്വപ്നം കാണാൻ വേണ്ടിയിടയായി. സ്വപ്നം കാണുന്ന ഇപ്രകാരം, ഞാൻ കിടന്നുറങ്ങുന്നു. പെട്ടെന്ന് അന്ന് ഇംഗ്ലീഷ് സർവീസിലുണ്ടായിരുന്നു ജയരാജ് അങ്കിൾ എന്ന് പറഞ്ഞൊരു അങ്കിൾ ഉണ്ടായിരുന്നു. ആ അങ്കിൾ ഓടി വന്ന് എന്നെ വിളിക്കുക. എന്നിട്ട് പറഞ്ഞു, വേർ ആർ യു, കം ഫാസ്റ്റ്, നിന്നെ ഇവിടെ അന്വേഷിക്കുന്നു, പെട്ടെന്ന് വരാൻ പറഞ്ഞു. എന്തോ സംഭവിച്ചു, നീ ഓടി വരാൻ പറഞ്ഞു. ഞാൻ ഓടി ചെല്ലുമ്പോൾ ഞാൻ പിന്നീട് കാണുന്നത് ജയരാജ് അങ്കിളിനെ അല്ല കാണുന്നത്. ഞാൻ പിന്നെ കാണുന്നത് പാസ്റ്ററുകളും ഞാനും കൂടെ, എമേറിസ് പാസ്റ്ററും ഞാനും കൂടെ ഒരു കുഴിക്കകത്ത് ഒത്തിരി പേരെ അടക്കുന്നുണ്ട്. ഞാൻ അവരുടെ ഫേസ് നോക്കുക, പാസ്റ്റർ ഞാനും കൂടെ ഫേസ് നോക്കുക. ഇതിനകത്ത് ചർച്ചിലുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ഫേസ് ചെയ്യാൻ നോക്കും. 50-100 പേരെ ഒരുമിച്ച് വെള്ളത്തുണി ഇട്ട് ഒരു മണ്ണിനകത്ത് വലിയ കുഴിക്കകത്ത് അടക്കുക. ഇതാ ഞാൻ കാണുന്നത്. ഞാൻ ഈ സ്വപ്നം കണ്ടു, ചാടി എഴുന്നേറ്റ് ഓടിപ്പോയി ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു, എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. പാസ്റ്റർ എന്നോട് ചോദിച്ചു, നിനക്ക് കണ്ടിട്ടത് എന്തുവാന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. എനിക്ക് അറിയാന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇത് 2004 നടക്കുന്നത്. ഇത് കഴിഞ്ഞു 2004 ഒക്ടോബറിലും കണ്ട ഞാൻ സ്വപ്നം കാണും. ഡിസംബർ ആയ സമയത്ത്, വൈകിട്ടായ സമയത്ത് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറയാം, ചർച്ചിൽ ഇരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറയാം, പെട്ടെന്ന് പോയി വീഡിയോ ഒക്കെ ഒന്ന് കാണും, ന്യൂസ് കാണും, സുനാമി അടിച്ചു, ഒത്തിരി പേര് മരിച്ചു, ഏതാണ്ടൊക്കെ സംഭവിച്ചു. ഞാൻ ന്യൂസ് കാണാൻ പോയി. എന്നിട്ടും എനിക്ക് ഒരു കാര്യമില്ല, എനിക്ക് എന്റെ മനസ്സിലും ഒരു ഫീലിംഗും ഇല്ല, ഒന്നുമില്ല. ന്യൂസൊക്കെ കണ്ടു, ഇങ്ങനെയൊക്കെ അറിഞ്ഞു. പക്ഷെ 3-4 ദിവസം അങ്ങാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ റൂമിൽ നിന്ന് നടന്നു വരുന്ന സമയത്ത് ഒരു ബേക്കറി ഉണ്ട്, ഗംഗാ ബേക്കറി. ആ ബേക്കറി കയറി പേപ്പറൊക്കെ നോക്കി അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് വരുന്നത്. ഞാൻ പേപ്പർ നോക്കാൻ എടുത്ത സമയത്ത് പക്ഷെ ഞാൻ അന്ന് കണ്ട ആ സ്വപ്നത്തിന്റെ ഒരു ഭാഗം പോലെ 50-100 പേരെ ഒരുമിച്ച് ഒരു വലിയ കുഴിക്കകത്ത് അടക്കുന്ന ഒരു ഫോട്ടോ അന്നത്തെ മലയാള മനോരമ പേപ്പറിൽ വന്നിട്ടു. ഞാൻ ഇത് കണ്ട ഉടനെ എന്റെ മനസ്സിലോട് പെട്ടെന്ന് ഈ കാര്യമാണല്ലോ ഞാൻ കണ്ടേ. ഞാൻ ആ പേപ്പർ എടുത്തോണ്ട് നേരെ ചർച്ചിൽ പോയി പാസ്റ്ററെ കാണിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ഇതാ കണ്ടത്, ഈ കാര്യമാണ് ഞാൻ കണ്ടേ. എനിക്കറിയുന്ന ഈ ഒരു സംഭവം കണ്ടേ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അറിയാവുന്നവരൊക്കെ പറഞ്ഞു. പക്ഷെ ചർച്ചുമായിട്ടുള്ളത് ആർക്കും ഒന്നും പറ്റിയില്ല, യാതൊന്നും സംഭവിച്ചില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു. പക്ഷെ എന്റെ മനസ്സിൽ ഇതൊക്കെ കയറി അന്ന് എന്തുകൊണ്ടാ ദൈവം എന്നെ ഇത് കാണിച്ചേ? പക്ഷെ ശുശ്രൂഷപരമായിട്ടുള്ളത് ഒന്നുമില്ല. ആരുടെയെങ്കിലും കൂടെ മീറ്റിങ്ങിന് പോകുന്നു, ആരെങ്കിലും ഇല്ലെങ്കിൽ പോയി മീറ്റിംഗ് നടത്തുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അല്ലെങ്കിൽ 10 മിനിറ്റ് സമയം എടുക്കുന്നു. പക്ഷെ 2 വർഷം കഴിഞ്ഞു, 2006 എത്തിയപ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡ് ഓർഗനൈസേഷനും ബെഥേൽ ചർച്ചും കൂടെ ആ സുനാമി റിലീഫ് വർക്കിന് വർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. ചുരുക്കം പറയട്ടെ പാസ്റ്ററെ, ഒരിക്കലും ഒരു സാധ്യതയില്ലാത്ത ഞാനും കൂടെ ആ കൂട്ടത്തിൽ പോകാൻ ദൈവം സഹായിച്ചു. പക്ഷെ അവിടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് 2006 എനിക്കൊന്ന് ഫെബ്രുവരിയിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ദൈവം എന്നോട് പറയുക, എന്റെ ഉള്ളിൽ ആരോ പറയുക, നിന്നെ അന്ന് കാണിച്ചൊരു സ്വപ്നം ഇന്ന് നിന്നെ ഇവിടെ കൊണ്ടുവന്നു. ഞങ്ങളുടെ ഹോട്ടലിലോട്ട് കയറി, മുറിയിലോട്ട് കയറി ഉടനെ എന്റെ പെട്ടി വെച്ച ഉടനെ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഇന്ന് ഞാനിവിടെ വരാനുള്ളതിന്റെ കാരണം ഞാൻ അന്ന് പാസ്റ്ററോട് പറഞ്ഞ സ്വപ്നമാണ്. 2 വർഷം മുമ്പ് 2004 പറഞ്ഞ സ്വപ്നം. പാസ്റ്റർ പറഞ്ഞു, ശരി ഞാൻ ഓർക്കുന്നുണ്ട്, അതെല്ലാം ഓർക്കുന്നുണ്ട്. എനിക്കറിയാം പാസ്റ്റർ എന്തൊക്കെയോ എന്റെ ലൈഫിൽ അങ്ങനെ സംഭവിക്കുക. അത് സുനാമി റിലീഫ് വർക്ക് കഴിഞ്ഞു, ഏജിയുടെ കൂടെയും ബദലേജിയുടെ കൂടെയും വർക്ക് ചെയ്തു, തിരിച്ചു വന്നു. അവിടെയുള്ള ഒരാളെ പോലും എനിക്ക് അറിയത്തില്ല. പക്ഷെ വന്നിരുന്നിട്ട് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവം എന്നോട് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. പക്ഷെ എന്റെ ഉള്ളിൽ അതിനുശേഷം 2007 എത്തിയപ്പോഴാണ് ഈ ശബ്ദം വീണ്ടും ഞാൻ കേൾക്കുന്നത്. ഞാനിത് കരയാൻ തുടങ്ങി. എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്റെ ഉള്ളിൽ ആരോ ഒരാൾ പറയുന്നു അവിടെ പോകണം. പക്ഷെ എനിക്കറിയാം, ഞാൻ ആരോടെങ്കിലും ചോദിച്ചാൽ അവർ ഈ കത്തുന്ന തീക്കകത്ത് പച്ചവെള്ളം കോരി ഒഴിക്കത്തേ ഉള്ളൂ.
അവർ പോകണ്ടെന്ന് പറഞ്ഞ് പോകത്തേ ഉള്ളൂ. പക്ഷെ എന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ചിന്തകളെല്ലാം വരുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായി, ആ ഒരു മിഷണറിയോട് ചോദിക്കണം. എന്റെ ഉള്ളിൽ ആരോ പറഞ്ഞു ഒരു മിഷണറിയോട് ചോദിക്കണം. കാരണം മിഷണറിമാരായിട്ട് പോകുന്നവരുടെ ചരിത്രങ്ങൾ അറിയത്തുള്ളൂ. ഞാൻ പേര് പറയുന്നില്ല. ഒരു അറിയപ്പെടുന്ന ഒരു ദേവദാസൻ മിഷണറിയെ കാണാൻ യാദൃച്ഛികമായിട്ടിടെ ആ ദേവദാസൻ എന്നോട് പറഞ്ഞു, ബ്രദറെ, നിങ്ങളോട് ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ആ സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിക്കാതെ, ആ സ്ഥലത്ത് കാല് വെക്കാതെ ദൈവം അടുത്ത കാര്യം നിങ്ങളോട് സംസാരിക്കത്തില്ലെന്നു. പക്ഷെ ഇത് എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് എന്നെ അങ്ങ് ആകുലതയിലാക്കി. ഞാൻ തീരുമാനിച്ചു പോവാം. പക്ഷെ എന്റെ ഉള്ളിലുണ്ട് ആരോടെങ്കിലും പറഞ്ഞാൽ അത് നടക്കത്തില്ല. എന്റെ കൂടെയുള്ള ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. പക്ഷെ അടുത്ത ദിവസം ഞാൻ മറ്റൊരാളോട് പറയണമെന്ന് വളരെ ചിന്തിച്ചും ആലോചിച്ചും ഒക്കെ നോക്കിയിട്ട് ഒരാളോട് പറയണമെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു. അദ്ദേഹം ഇത് കേട്ടപ്പോൾ പറഞ്ഞു, പാസ്റ്ററെ, ബ്രദറെ, നിനക്ക് പോകാനുള്ള അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഞാൻ തന്നേ. എനിക്ക് അങ്ങനെ പാസ്റ്ററെ അദ്ദേഹം ടിക്കറ്റ് എടുത്ത്, അങ്ങനെ പുള്ളിക്കാരൻ ടിക്കറ്റ് എടുത്തു. ഞാൻ ആരോടും ബാക്കിയുള്ള പെർമിഷനൊക്കെ എടുത്തു, ജോലിയിൽ നിന്നൊക്കെ എടുത്തു. മീറ്റിംഗ് ഇല്ല, ഒന്നുമില്ല. ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ 7 ദിവസം പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ 2008 അവിടോട്ട് പോയി. അതെന്റെ ലൈഫിലെ ഈ കർത്താവ് നാട്ടിൽ നിന്ന് ബഥേലേക്ക് കൊണ്ടുവന്നെന്ന് പറഞ്ഞതുപോലെ ആ ഘട്ടത്തിന്റെ മറ്റൊരു അനുഭവമായിരുന്നു. എന്റെ മറ്റൊരു അനുഭവം ദൈവം മിനിസ്ട്രിക്കകത്ത് തുറക്കുന്ന, പണിയുന്ന വലിയൊരു അനുഭവമായിരുന്നു ആൻഡമാൻ നിക്കോബാറിന്റെ അനുഭവം. കാരണം അവിടെ ഒറ്റ ഒരാളില്ല സപ്പോർട്ട് ചെയ്യാൻ. ഫോൺ ചെയ്യാൻ പറ്റത്തില്ല, കാരണം നെറ്റ്വർക്ക് ഇല്ല. നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഒരു ഭൂതം ഇളകിയാൽ ഒരാളെ കൂടെ വിളിക്കാൻ പറ്റത്തില്ല പ്രാർത്ഥിക്കാൻ. ബാംഗ്ലൂരിലാന്നെ ഭൂതം ഇളകി പോകുന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ചാൽ 10 പേര് വരും. പ്രാർത്ഥിക്കാൻ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. അവിടെയാണെങ്കിൽ ആരുമില്ല. പക്ഷെ അങ്ങനെ ഒരു അനുഭവത്തിൽ ദൈവം കൊണ്ടുവന്നിട്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായി ദൈവം എന്നെ ഇട്ട് പണിയാം. ഞാൻ അന്ന് അവിടെ ചെന്നു. പക്ഷെ അതൊരു വലിയ മിനിസ്ട്രിയുടെ അനുഭവമായിരുന്നു. പക്ഷെ ആരോ ഒരാള്, എനിക്ക് ഒറ്റ ഒരാളെ പോലും അറിയത്തില്ല. ഞാനൊരു ഹോട്ടൽ റൂമിൽ താമസിക്കുക, അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട്, 7 ദിവസം ഉപവസിക്കുക, ഫാസ്റ്റിംഗ് കഴിയുക, അടുത്ത ദിവസം പോവാം. പക്ഷെ ആരോ ഒരാൾ എങ്ങനെയോ അറിഞ്ഞ് കുറച്ച് പാസ്റ്റേഴ്സ് എന്നെ കാണാൻ വന്നു. എന്ന് വെച്ചാൽ എന്തിനാ വന്നേ, എവിടെ വന്നേ, എന്തോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ഇതിനോടൊക്കെ എന്റെ ഉള്ളില് ദൈവം എന്നോട് ഇപ്രകാരം ഒരു ചിന്ത വന്നു, നീ എവിടുന്നാ വന്നേന്നും നീ എന്തിനാ വന്നേന്ന്. എന്റെ ഉള്ളിൽ വലിയൊരു ചിന്ത ഉണ്ടായിരുന്നു പാസ്റ്റർ. ഇന്ന് തുറന്നു പറയുന്നതൊക്കെ, ഈ ലോകത്തിൽ എവിടെ പോയാലും ബെഥേലേജ് ചർച്ചിന്റെ കെയർ ഓഫിൽ പോയി എവിടെ പോയാലും മീറ്റിംഗ് കിട്ടും എന്നുള്ളൊരു ചിന്തയുണ്ട്. കർത്താവ് പറഞ്ഞു, ഒറ്റ അക്ഷരം നീ മിണ്ടലെന്നു. ഒറ്റ അക്ഷരം നീ മിണ്ടൽ. നീ എവിടുന്നാ വരുന്നത്, അതിന്റെ കെയർ ഓഫിൽ നീ മീറ്റിംഗ് പിടിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. നിന്നെ ഞാൻ അയച്ചെന്നുള്ളതിന്റെ കെയർ ഓഫിൽ നീ പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഇത് മൊത്തം ഞാൻ അവിടെ ഇട്ടു. അവിടെ ഇട്ടിട്ട് ആരോടും പറഞ്ഞില്ല ഞാൻ എവിടുന്നാ വരുന്നതെന്ന് പറഞ്ഞില്ല. നാളുകൾ കഴിഞ്ഞിട്ട് അവർ മനസ്സിലായി ഞാൻ എവിടുന്നാ വരുന്നത്, എന്തോ എന്റെ ജോലി. ഞാന് ബാംഗ്ലൂർ സിറ്റിയില് ഒരു കൊച്ചു ചർച്ചിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരാളാന്നുള്ള ഓർത്തോണ്ട് വന്നു. ഇങ്ങനെയുള്ള ഒരൊറ്റ കാര്യം മാത്രം. സോ ഒരു ദേവദാസൻ, ആൻഡമാൻകാരനായ ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് മീറ്റിംഗ് ഒന്നും ഇല്ലല്ലോ, ഒരു കാര്യം ചെയ്തിട്ട് മലയാളി ഫാമിലി ഉണ്ട്, അവരുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഞായറാഴ്ച വൈകിട്ട് അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് അവരുടെ വീട്ടിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ വീട്ടിൽ ചെന്നപ്പോ 6 പേര് അവിടെ ഉണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. 6 പേര് പ്രാർത്ഥിക്കാൻ. പക്ഷെ അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന അവരുടെ വേലക്കാരിയായ ഒരു കൊച്ചിന്റെ ദേഹത്തെ പൂത തുടങ്ങി. കർത്താവിനോട് പറഞ്ഞു, ഇവരുടെ ശരീരത്തിൽ നിന്ന് പാമ്പിന്റെ പ്രശ്നം അടിഞ്ഞു പോകുന്നു. ഇത് പറഞ്ഞു, പ്രാർത്ഥിച്ചു. ഇവര് എല്ലാം വല്ലാതെ നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണും. ഈ വന്ന 6 പേര് ഭയപ്പെട്ട് മാറി നിൽക്കുന്നു. അപ്പൊ പാമ്പിന്റെ യേശുവിനെ ആദ്യം വിട്ടുപോകാൻ പറഞ്ഞു. ഈ സാധനം അങ്ങ് വിട്ടുപോയി. ഈ കൊച്ചങ്ങ് സൗഖ്യമായി. പക്ഷേ അടുത്ത ദിവസം ഇവരെന്നെ കൊണ്ടുവിട്ടു. പക്ഷെ അടുത്ത വർഷം എത്തിയപ്പോൾ കർത്താവ് എന്റെ അകത്ത് വീണ്ടും എനിക്ക് സ്വപ്നങ്ങൾ വരാൻ തുടങ്ങി. വീണ്ടും അവിടെ ചെല്ലാൻ വേണ്ടി അവിടെ 2ാമത്തെ പ്രാവശ്യം ചെന്നു. 3ാമത്തെ പ്രാവശ്യം ചെന്ന് അവിടെ ഒരു ക്രൂസേഡ് നടന്നു. അങ്ങനെ നടത്തിയ പാസ്റ്ററെ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ സ്നാനപ്പെടുത്തും. ഇതിനിടയ്ക്ക് എന്റെ കൂട്ടുകാരും എല്ലാം എന്നോട് പറയുന്നു, റോയി, നിനക്ക് പ്രീ ഡിഗ്രി നീ തോറ്റതാ, നീ എങ്ങനെ കല്യാണം കഴിക്കും, നിനക്ക് ഹിന്ദി അറിയത്തില്ല, നിനക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, നിനക്ക് കന്നഡ അറിയത്തില്ല, ഒരു ലാംഗ്വേജ് അറിയത്തില്ല, പിന്നെ നീ എങ്ങനെയാ മിനിസ്ട്രി ചെയ്യുന്നത്. ഇവരെന്നെ കളിയാക്കുമായിരുന്നു. പക്ഷെ ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ പോകാൻ കർത്താവ് എന്നോട് പറഞ്ഞു. ഞാന് ഒരു ഭോഷനെ പോലെ കാല് വെച്ചങ്ങ് പോയി. പക്ഷെ 1ാമത്തെ പ്രാവശ്യം പോയി, ഇങ്ങനെ ഒരു ഓപ്പണിംഗ് വന്നു. 6 പേര് രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് 2ാമത്തെ പ്രാവശ്യം പോയി, ആ വീടിനകത്ത് നിറച്ച ആള്.
അവിടെ അന്ന് സൺഡേ തുടങ്ങിയ ആ പ്രാർത്ഥന അതൊരു ചർച്ചയായിരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ദേവദാസനെ ഏൽപ്പിച്ചു. അവിടെ മുറിക്കകത്ത് ഇരിക്കാൻ സ്ഥലമില്ലാത്ത പോലെ ആൾക്കാർ വരാൻ തുടങ്ങി. പിന്നെ അടുത്ത വർഷം പോകാൻ തുടങ്ങി. പക്ഷേ പ്രീ ഡിഗ്രി തോറ്റാന്ന് പറഞ്ഞ് എന്നെ ഒത്തിരി പേര് കളിയാക്കുമായിരുന്നു. ഹിന്ദി അറിയത്തില്ലെന്ന് പറഞ്ഞ് ഒത്തിരി പേര് എന്നെ കളിയാക്കുമായിരുന്നു. പക്ഷേ എന്റെ ലൈഫിൽ, എന്റെ 20s ഞാൻ ആദ്യമായിട്ട് സ്നാനപ്പെടുത്തുന്ന കടലില്ല, ആൻഡമാനിൽ വെച്ച. പക്ഷെ ആ സ്നാനപ്പെടുത്തുന്ന ആരാന്നറിയാമോ? ആൻഡമാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറിനെ. അവരെ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് സ്നാനപ്പെടുത്തി. അവരെ സ്നാനപ്പെടുത്തിയിട്ട് പോളിയോ ഗിച്ച പറയുന്ന പോലെ ലോകം കീഴടക്കിയവനെ പോലെ ഞാൻ വരുന്നത്. കാരണം ഇവരോടൊക്കെ പറയണം, നിങ്ങൾ ഇതെല്ലാം പറഞ്ഞു കളിയാക്കി, പക്ഷെ ദൈവത്തിന്റെ വാക്കനുസരിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളത് ഭയങ്കര സന്തോഷത്തോടെ വരുന്നത്. പക്ഷെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് എന്റെ ലൈഫിൽ വലിയൊരു പണിയായിരുന്നു. തുടർന്ന് ഒരു 10 വർഷം, പക്ഷേ 10 വർഷം അവിടെ പോയി വർക്ക് ചെയ്യാൻ, 2ഉം 3ഉം ചിലപ്പോൾ മാസങ്ങൾ താമസിക്കും, ചിലപ്പോൾ ആഴ്ചകൾ താമസിക്കും. മിനിമം 10 ദിവസം അല്ല 15 ദിവസം പോലും താമസിക്കാത്ത ദിവസങ്ങളിൽ അവിടെ ചെന്ന് റൂം വാടകയ്ക്ക് എടുത്തിട്ട് മാസങ്ങൾ താമസിച്ച് ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും മിനിസ്റ്റർ ചെയ്യാനും ഉപവസിക്കാനും ഒക്കെ ദൈവം അവസരം തന്നിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ഒരു ഇടപെടിയിൽ അനുസരിച്ചാണ് ഞാൻ പൊക്കോണ്ടിരുന്നത്. ദ സെയിം ടൈം കർത്താവ് എന്നെ മിനിസ്ട്രിയിൽ അവിടെ പണിയാൻ തുടങ്ങി. പക്ഷെ മിനിസ്ട്രി ഭയങ്കര ഓപ്പണിങ് തരാം. പക്ഷെ സെയിം ടൈം ചർച്ചിനകത്തും എന്നെ മിനിസ്ട്രിക്കകത്ത് ദൈവം പണിയാൻ തുടങ്ങി. സ്ലോലി ദൈവം എന്നെ ഓരോ ഏരിയകളിൽ ശുശ്രൂഷകളിൽ ഉയർത്താൻ. ഇങ്ങനെയായി യൂത്ത് മിനിസ്ട്രിക്കകത്തും ചർച്ചിനകത്തും വെളിയിലുള്ള മിനിസ്ട്രിക്കകത്തും ഒക്കെ ദൈവം പണിയാനും ഉയർത്താനും തുടങ്ങിയ സമയത്ത് അങ്ങനെ ഒരു സാഹചര്യമാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം വന്ന സമയത്ത് എനിക്ക് മനസ്സിലായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങിയേ പറ്റും. കാരണം ഇല്ലെങ്കിൽ അത് ജോലിയെയും കാര്യങ്ങളെയും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസരമായി. സോ അങ്ങനെ ഒരു അവസരം വന്ന സമയത്ത് പക്ഷേ എല്ലാ കാര്യങ്ങളും എന്റെ ലൈഫിൽ ഞാൻ കയറിയ 1ാമത്തെ വർഷം ഞാൻ പക്ഷെ എബ്രഹാം റീസിനോട് സുൽപാസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇവിടുന്ന് പോകും. എത്ര നാൾ ഇവിടെ നിൽക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ഇവിടുന്ന് പോകും. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പുമായിരുന്നു, ഞാൻ ഇവിടുന്ന് ഒരു സാധനം എടുക്കത്തില്ല, ഒറ്റ സാധനം ഞാൻ എടുക്കത്തില്ല. പക്ഷെ എത്ര നാൾ നിൽക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നോട് ചോദിച്ചു, നീ എവിടെ പോകും ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടുന്ന് നോർത്ത് ഇന്ത്യക്ക് പോകുന്നതാണ് തോന്നുന്നത്. എന്റെ അന്നത്തെ പക്ഷെ 20 വയസ്സിൽ ഞാൻ എനിക്ക് 21ാമത്തെ വയസ്സിൽ ചർച്ച ജോലിക്ക് കയറി 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു വാക്ക് തരാം, ഒറ്റ സാധനം ഞാൻ ഇവിടുന്ന് എടുക്കത്തില്ല, പക്ഷെ ഞാൻ ഇവിടുന്ന് പോകും. നിങ്ങളോട് നിൽക്കുന്നിടത്തോളം കാലം ഫെയ്ത്ത്ഫുൾ ആയിട്ട് നിൽക്കാം, അത് മതിയെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഏകദേശം 15 വർഷം 15 വർഷത്തിൽ കൂടുതൽ അവിടുത്തെ സ്റ്റാഫായി, ചർച്ചിന്റെ മാനേജറായി, എല്ലാ ഏരിയകളിലും വർക്ക് ചെയ്യാൻ അവസരം. പക്ഷെ ഇതെല്ലാം ജോലിയെല്ലാം വിട്ട് വെളിയിലോട്ട് ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്ന സമയത്ത് ഞാൻ പോയി അവരോട് പറഞ്ഞു, ഇത്രയും നാള് വർക്ക് ചെയ്തു, എനിക്കെല്ലാം ഞാൻ ഒറ്റ സാധനം എടുത്തിട്ടില്ല, ഒരു പൈസയോ ഒരു മുട്ടുസൂചിയോ ഒരു CD യോ ഒരു സാധനമോ ഫയല് പോലും തിരിച്ചു തരാനില്ല, എനിക്ക് എഴുതി ഒപ്പിട്ടുക. എനിക്ക് അങ്ങനെ എമേറിസ് പാസ്റ്റർ ഉൾപ്പെടെ എനിക്ക് എഴുതി ഒപ്പിട്ട് തന്നു, നിനക്ക് നീ ഒരു കാര്യം ക്ലിയർ ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എഴുതി ഒപ്പിട്ട് തന്നു പാസ്റ്റർ. ഞാൻ അവിടെ നിന്ന് പാസ്റ്ററിനോട് ആവുന്ന ചോദിച്ചു, നീ എന്റെ കൂടെ നിൽക്ക്. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ പറ്റുന്നില്ല. എന്നോട് പറഞ്ഞു, പൈസ തരാം, ഞാൻ നിനക്ക് സാലറി തരാം, നീ നിൽക്ക്. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ പറ്റുന്നില്ല, എനിക്ക് പാസ്റ്ററോടെ നിൽക്കുക, പാസ്റ്റർ എന്ത് കാര്യത്തിന് എന്നെ വിളിച്ചു ഞാൻ കൂടെ നിൽക്കും, പക്ഷെ എനിക്ക് കുറച്ച് മാനസികമായിട്ട് കുറെ ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്നോട് ചോദിച്ചു, നീ എവിടെ പോകും, എന്തായി തീരും? എന്നോട് ചോദിച്ചു, നിന്നെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടോ, നിനക്ക് വേറെ ആരെങ്കിലും ഇന്ത്യക്ക് വെളിയിൽ നിന്നെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അന്ന് എന്റെ വൈഫ്, എന്റെ കല്യാണം കഴിഞ്ഞ എന്റെ വൈഫ് അന്ന് ഓസ്ട്രേലിയയിലാണ്. എന്നോട് ചോദിച്ചു, നിന്നെ വൈഫ് സപ്പോർട്ട് ചെയ്യൂ? ഞാൻ പറഞ്ഞില്ല, അവള് പഠിച്ചുകൊണ്ടിരിക്കുക, അവൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. വേറെ ആരെങ്കിലും നിന്റെ പിമ്പിൽ ഉണ്ടെന്നാ തോന്നുന്നേ, അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഇത്രയും നാള് സാലറി ഒക്കെ മേടിച്ച് നീ ഒറ്റയടിക്ക് ഇറങ്ങി പോകുന്നത്. അപ്പൊ നല്ല പാസ്റ്റർ, എന്റെ ഒറ്റ ഒരാൾ പോലും എനിക്ക് സപ്പോർട്ട് ഇല്ല. ഞാൻ അന്ന് പാസ്റ്ററോട് പറഞ്ഞൊരു വേർഡുണ്ട്, പാസ്റ്ററെ ഞാൻ ഇന്നൊരു എഡ്ജിൽ നിൽക്കുക, എനിക്ക് മുന്നോട്ടൊരു വഴിയില്ല, ഞാൻ കർത്താവിനെ വിശ്വസിച്ച് കർത്താവിന്റെ കയ്യിലേക്ക് ചാടാൻ പോകും, ദൈവത്തിന് വേണമെങ്കിൽ എന്നെ പിടിച്ചോട്ടെ, ഇനി കർത്താവ് പിടിച്ചില്ലെങ്കിൽ സാരമില്ല, കർത്താവിന്റെ കയ്യിലേക്ക് ചാടാൻ പോകും. പക്ഷെ അത് അടുത്ത ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ്, അത് അടുത്ത ഒറ്റയ്ക്ക് ഞാൻ ഇതിനോടകം ഒരു റൂം എടുത്തങ്ങ് മാറി. എന്റെ വൈഫ് ഓസ്ട്രേലിയയില, ഞാൻ ഒറ്റയ്ക്ക് ഒരു റൂം എടുത്ത് മാറി. എല്ലാ രാത്രികളിലും പിന്നെ പ്രാർത്ഥിക്കുക, കരയുക, കിടക്കുക, ഇത്രേ ഉള്ളൂ. ജോലിയില്ല, മിനിസ്ട്രിയുടെ വഴികളും എല്ലാം അടങ്ങി. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം എന്നോട് പറഞ്ഞു,
എന്റെ അകത്ത് ദൈവം ഇട്ട ഒരു റേഡിയോ തുടങ്ങണമെന്ന് എന്റെ ഉള്ളിൽ റേഡിയോ തുടങ്ങും. എന്റെ ഉള്ളിൽ റേഡിയോ. ഇതിനോടകം ഒരു രാത്രിയിൽ ദൈവത്തിന്റെ ഒരു എൻകൗണ്ടർ നടന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് ഉറങ്ങാൻ പറ്റാഞ്ഞിട്ട് എന്നോട് രാത്രി ദൈവം എനിക്ക് ഭയങ്കര കുറെ ലിസ്റ്റ് തരും. ലിസ്റ്റ് തരുന്ന ഇങ്ങനെ, യൂത്ത് മിനിസ്ട്രിക്ക് വേണ്ടി ഇന്ന ഇന്ന കാര്യങ്ങൾ നീ ചെയ്യണം, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യും. പക്ഷെ എന്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ എഴുതിയിടും. ഇതെല്ലാം ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് പക്ഷേ ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴെനിക്ക് പിന്നീട് ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, എന്റെ ദൈവമേ, ഇത് ചെയ്തു തീർക്കണമെങ്കിൽ ഒരു വർഷം എടുക്കും ഈ സാധനം ചെയ്തു തീർക്കണം. അത്ര ഗംഭീരം. ഞാൻ ഇത് പോയി കുറച്ച് ആൾക്കാരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്തോട്ടെ ചോദിച്ചു. ശരിക്കും പറഞ്ഞു ഇവർ എന്നെ നിരുത്സാഹപ്പെടുത്തി. അവരെന്ത് പറഞ്ഞു, അതൊന്നും ചെയ്യണ്ട, ഉള്ളത് മതി, ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. ആകെപ്പാടെ നിരുത്സാഹപ്പെടുത്തി. പക്ഷെ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഇത് കിടക്കുക, ഇത് ചെയ്യണം. പക്ഷെ ഇത് ആ നിരുത്സാഹ നിമിത്തം ഞാൻ പിന്നെ ഇതങ്ങ് അടച്ചു വെച്ചു. ദൈവം പറഞ്ഞാൽ ദൈവം തുടങ്ങട്ടെ. ഈ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ദൈവം എന്റെ ഉള്ളിലേക്ക് കൊണ്ടു, ഒറ്റയ്ക്കിരിക്കുന്ന സമയം. പക്ഷെ അങ്ങനെ ലൈഫ് ലൈറ്റ് എന്ന് പറഞ്ഞ റേഡിയോ ആയിട്ട് തുടങ്ങിയതാണ്. പക്ഷെ റേഡിയോ ആയിട്ട് തുടങ്ങി സ്ലോലി കർത്താവിനോട് പറഞ്ഞു, യൂത്ത് മിനിസ്ട്രിക്കകത്തേക്ക് ദൈവം സ്ലോലി ആ വഴികളിലേക്ക് അല്പാൽപ്പം വെളിച്ചം എനിക്ക് കാണിച്ചു തരാം. പക്ഷേ പിന്നീട് 2015 ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ ബദലേച്ചിൽ ജോലി വിടുന്നത്. 2015 ഫെബ്രുവരി മാസത്തിൽ ജോലി വിട്ടു. 2016 എത്തിയപ്പോഴത്തേന് കർത്താവ് യൂത്ത് മിനിസ്ട്രിക്ക് അകത്തേക്ക് ഗൈഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ 2015 എത്തിയപ്പോഴത്തേന് ഓൺലൈൻ റേഡിയോ തുടങ്ങി. പക്ഷെ ലൈഫ് ലൈറ്റ് എന്നുള്ള പേര് പോലും എനിക്കറിയത്തില്ല. എന്റെ ഉള്ളിൽ ഒരു തീം വരുന്നുണ്ട്. ഒരു ക്യാമ്പ് നടത്താൻ എന്നെ വിളിച്ചപ്പോ എന്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു തീം വന്നു. തീം ഇങ്ങനെ, ലൈഫ് ആൻഡ് ലൈറ്റ്. ഇത്രേ ഉള്ളൂ. ലൈഫ് എന്ന് പറഞ്ഞാൽ യേശുവ, ലൈറ്റ് എന്ന് പറഞ്ഞാൽ യേശുവ. ഞാൻ അങ്ങനെ ഒരു ക്യാമ്പ് നടത്തി, ഒരു കോളേജിൽ പോയി ഒരു ക്യാമ്പ് നടത്തി. ഈ തീമായിരുന്നു അത്, ലൈഫും ലൈറ്റും. ഇത് രണ്ടും യേശുവാണെന്നുള്ള ഒരു തീം പിടിച്ച് ഒരു ക്യാമ്പ് നടത്തി. പക്ഷെ അതാണ് ലൈഫ് ലൈറ്റ് എന്ന് പറഞ്ഞ പേരായിട്ട്. അങ്ങനെയാണ് ലൈഫ് ലൈറ്റ് എന്ന് പറഞ്ഞ യൂത്ത് മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ദൈവം സഹായിച്ചു. പക്ഷേ അങ്ങനെയാണ് ലൈഫ് ലൈറ്റ് മിനിസ്ട്രി തുടങ്ങുന്നത്. അങ്ങനെ 2015 തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പം കർത്താവ് തരുന്ന വലിയൊരു നിയോഗം, യൂത്ത് മിനിസ്ട്രിക്ക് അകത്തേക്ക് എല്ലാ ചർച്ചുകളെയും, സഭാ സംഘടന വ്യത്യാസമന്യേ യുവജനങ്ങളെ കർത്താവിന് വേണ്ടി ട്രെയിൻ ചെയ്യാൻ. അപ്പോഴത്തെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഈ ഒരു ദൈവം തന്ന ഈ സിലബസ്, ഇത് ഞാൻ ഉണ്ടാക്കിയ സിലബസ് ഞാൻ എവിടുന്നെങ്കിലും മേടിച്ചതൊന്നും അല്ല പാസ്റ്റർ. എനിക്ക് രാത്രിയിൽ ഒരു ദൈവത്തിന്റെ എൻകൗണ്ടർ നടന്നു. കാരണം എനിക്ക് പല സമയത്തും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാം. അന്ന് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല. എന്തൊക്കെയോ ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഉറങ്ങാതെ നടന്നും പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹൃദയത്തിൽ കിട്ടുന്ന എല്ലാം ഞാൻ എഴുതി വെക്കും, ഇങ്ങനെ എഴുതി വെക്കും. അത് ചിലപ്പോൾ 2-3 ദിവസങ്ങളിൽ പല ഘട്ടങ്ങളായിട്ടും അങ്ങനെ ദൈവം തന്ന ആ ഒരു സിലബസ് ആണ് ഇതിന്റെ ലൈഫ് ലൈറ്റിനകത്ത് സിലബസ് ആണ്. പക്ഷെ ഇന്ന് 4ാമത്തെ സിലബസ് ഇറങ്ങുന്നു, 4ാമത്തെ ബുക്ക് ഇറങ്ങും. ഞങ്ങളുടെ ആദ്യത്തെ ഒരു ബുക്കായിരുന്നു, ആദ്യത്തെ തീമായിരുന്നു. ആ തീം ബേസ് ഞങ്ങൾക്ക് ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ദ പ്രസൻസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ അബൈഡ് എന്നായിരുന്നു ആ തീമിന്റെ. അവിടെ തൊട്ടാ തുടങ്ങുന്നത്. ആൾക്കാരെ യൂത്ത് മിനിസ്ട്രിക്കകത്ത് ഏതെങ്കിലും ദൈവസഭയ്ക്ക് വർക്ക് ചെയ്യണോ, ആ സഭയിലുള്ള പാസ്റ്റേഴ്സ് അവരുടെ യൂത്തിനെയോ പാസ്റ്റേഴ്സോ വരിക, അവരെ ട്രെയിൻ ചെയ്യുക. ട്രെയിൻ ചെയ്തിട്ട് ഈ സിലബസ് കൊടുക്കുക. ഇങ്ങനെയാ ഞങ്ങൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1ാമത്തെ സിലബസ് വന്നു. അവിടെ ഇവിടെ കുറച്ച് ക്യാമ്പുകൾ, കുറച്ച് ക്യാമ്പുകൾ വന്നു. പക്ഷെ പോയ ക്യാമ്പുകളൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ക്യാമ്പുകൾ. ഈ യൗവനക്കാരൊക്കെ വാവിട്ട് കരയാൻ തുടങ്ങി. അടുത്ത പ്രാവശ്യം ക്യാമ്പിന് വിളിച്ചു. അപ്പോഴത്തേന് ക്യാമ്പിന് പോകണമെങ്കിൽ ഒറ്റ ദിവസം, ഈ വെക്കേഷൻ സമയത്ത് ക്യാമ്പുകൾ നടക്കുന്നു. പല ആൾക്കാർ ഒരുമിച്ച് പോയെങ്കിലേ പറ്റും. കാരണം 3 ദിവസം ഡേ ആൻഡ് നൈറ്റ് ഒക്കെ ക്യാമ്പ് നടത്തണമെങ്കിൽ ഒരാളെ കൊണ്ട് നടക്കത്തില്ല. അപ്പൊ ഈ ആൾക്കാരെ ട്രെയിൻ ചെയ്യാനുള്ള വലിയൊരു പാഷനും കൂടെ ദൈവം എന്റെ ഉള്ളിൽ തന്നു. അപ്പൊ ആൾക്കാർക്ക് ഈ യൂത്ത് മിനിസ്ട്രിക്കകത്ത് ആഗ്രഹമുള്ളവരെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. 2ാമത്തെ സിലബസായി. 2ാമത്തെ സിലബസിന്റെ ദൈവം എൻകൗണ്ടർ നടക്കുന്നത് ഞാൻ കുവൈറ്റിലിരിക്കുന്ന സമയത്താണ്. പക്ഷേ 2017 ഞാൻ കുവൈറ്റിലിരിക്കുന്ന സമയത്ത് എന്നോട് ജോയ് പാസ്റ്ററിനോട് ചോദിക്കും, നിനക്കത് രാത്രി ഉറക്കാൻ പറ്റുന്നില്ല? ഞാൻ രാത്രി 2 മണിക്ക് അവിടെ ഇരിക്കുക, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം എന്റെ ഉള്ളിൽ കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുക.
എനിക്ക് ഉറങ്ങാൻ പറ്റാതെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തോട് അന്യഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുക. അന്ന് ദൈവം എന്നോട് പറഞ്ഞൊരു വിഷയമായിരുന്നു ടൈം ആൻഡ് സീസൺ. ദൈവത്തിന്റെ സമയവും ദൈവത്തിന്റെ കാലഘട്ടം. പക്ഷേ ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പേ ടൈം ആൻഡ് സീസൺ പഠിച്ചുകൊണ്ടിരിക്കുക. അത് തീരുന്നില്ല. ഒരു 200 പേജുള്ള ബുക്ക് എഴുതാൻ തക്കവണ്ണമുള്ള ഗംഭീരമായ വിഷയം തമ്പുരാന് 2017 തൊട്ട് എന്റെ ഉള്ളിൽ തന്നു. അതൊരു സിലബസ് ആക്കി. അടുത്ത 2 വർഷം അതൊരു സിലബസ് ആയി. ടൈം ആൻഡ് സീസൺ എന്ന് പറഞ്ഞ സിലബസ് ആയി. അത് വെച്ചുകൊണ്ട് ആൾക്കാരെ ഞാൻ ആ തീം പഠിപ്പിച്ചു. അതിനു വേണ്ടിയിട്ടുള്ള ആ 2ാമത്തെ ക്യാമ്പുകൾക്ക് സെക്ഷന് വേണ്ടിയിട്ടുള്ള, അപ്പൊ ഒരേ ക്യാമ്പുകൾ ഒരേ ചർച്ചിൽ പോയി എല്ലാ പ്രാവശ്യം നടത്താൻ പറ്റത്തില്ല. പുതിയ സിലബസ് വേണം, പുതിയ കരിക്കുലം വേണം. അപ്പൊ പുതിയ കരിക്കുലം ഉണ്ടാക്കി കൂടെയുള്ളവരെല്ലാം പഠിപ്പിക്കാൻ തുടങ്ങി. അവര് പോയി ബ്ലെസ്സിങ് ആയിട്ട് അവർ ഓരോരുത്തരെ വിളിച്ചോണ്ട് വരാൻ തുടങ്ങി, പല ആൾക്കാരെ വിളിച്ചോണ്ട് വരാൻ തുടങ്ങി. അവര് പോയി പല സ്ഥലങ്ങളിൽ നടത്തി. പക്ഷെ അത് കഴിഞ്ഞു അടുത്ത സിലബസ് വന്നു, 3ാമത്തെ സിലബസ്, അനോയിന്റിങ് ആൻഡ് ക്യാരക്ടർ. അതും ദൈവം ഉള്ളിൽ തന്ന വലിയൊരു എൻകൗണ്ടറാണ്, അനോയിന്റിങ് ആൻഡ് ക്യാരക്ടർ. അത് കഴിഞ്ഞ് അടുത്ത സിലബസ്, ഇപ്പൊ ലേറ്റസ്റ്റ് സിലബസ് വന്നു, ലൈഫ് ട്രാവൽ ലോഗ് എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് സിലബസ്. ഇപ്പം ഞങ്ങളുടെ ബുക്ക് പ്രിന്റ് ചെയ്തു ഇറങ്ങി, അത് വെച്ചോണ്ടിരിക്കുക. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ അങ്ങ് ശൂന്യതകളിൽ തുടങ്ങി. പെയിൻഫുൾ ആയിട്ടുള്ള ഒത്തിരി അനുഭവം ഉണ്ട് പാസ്റ്റർ. പക്ഷെ അതൊന്നും നമുക്ക് ഒരിക്കലും, എന്റെ ഒരു പോളിസിയാണ്, ദൈവം എന്നെ പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പാസ്റ്റർ, ഒരിക്കലും നമ്മൾ മറ്റൊരാളെ കുറിച്ച് വ്യക്തിപരമായിട്ട് നമുക്ക് പറയാം, പക്ഷെ ഒരാളെ കുറിച്ച് നമുക്ക് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പെയിൻഫുൾ ആയിട്ടുള്ള ഒത്തിരി പ്ലാറ്റ്ഫോമുണ്ട്. ഒറ്റ ഒരാള് സഹായിക്കാനില്ലായിരുന്നു. എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന എല്ലാ ബ്രാഞ്ചുകളും എല്ലാം വെട്ടി കളയാനേ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ശൂന്യതകളിൽ ദൈവം പണിതു. ഇന്ന് 12 രാജ്യങ്ങളിൽ ലൈഫ് ലൈൻ മിനിസ്ട്രീസ് ആണ്. 12 രാജ്യങ്ങൾ, 100 കണക്കിന് ഇന്ന് ലീഡേഴ്സ് വ്യത്യസ്ത ഭാഷകളിൽ ഇന്ന് ദൈവകൃപയാൽ നമ്മുടെ കൂടെയുണ്ട്. അതിലധികം ആൾക്കാരെ നമ്മൾ ട്രെയിൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇന്ന് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ 4 ലാംഗ്വേജിൽ നമുക്ക് അങ്ങനെയുള്ള സഭകളെ റീച്ച് ചെയ്യാൻ ദൈവദാസന്മാരെ ഞങ്ങൾ, അല്ലെങ്കിൽ യൂത്ത് ലീഡേഴ്സിനെ ട്രെയിൻ ചെയ്തു. കാരണം ഒത്തിരി ദൈവസഭകൾക്ക് അവർക്ക് സൺഡേ സ്കൂളിനും VBSനും ഒക്കെയുള്ള സിലബസ് ഉണ്ട്. പക്ഷെ സൺഡേ സ്കൂൾ കഴിഞ്ഞാൽ അതിന്റെ മുകളിലുള്ള ടീൻസ് തൊട്ട് മുകളിലോട്ടുള്ളവരെ റീച്ച് ചെയ്യാനുള്ള സിലബസ് ഇല്ല. അല്ലെങ്കിൽ VBS കഴിഞ്ഞാൽ അതിന്റെ മുകളിലോട്ടുള്ളവരെ റീച്ച് ചെയ്യാനുള്ള സിലബസ് ഇല്ല. ദൈവത്തിന്റെ വലിയ കൃപയാൽ ടീൻസ് ആൻഡ് യൂത്തിന് വേണ്ടി, മെച്ചൂർഡ് ആൾക്കാർക്ക് വേണ്ടി വർക്ക് ചെയ്യാനുള്ള സിലബസും മെറ്റീരിയലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല പാസ്റ്റർ. പക്ഷെ ഇതെല്ലാം ദൈവത്തിന്റെ ഇടപെടിയിൽ നിമിത്തം കർത്താവ് തരാൻ തുടങ്ങി. ഇന്ന് 9 വർഷമായിട്ട് ഫുൾ ടൈം മിനിസ്ട്രിയിൽ, 9 വർഷമായി. പണ്ട് ഞാൻ ജോലിയും മിനിസ്ട്രിയും കൂടെ ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്. ഡൽഹി ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയും മിനിസ്ട്രിയും ആയിരുന്നു. 9 വർഷമായി. ഇതിനിടയ്ക്ക് പല റിജക്ഷനുകൾ വന്നു, ഒത്തിരി റിജക്ഷൻ. പക്ഷെ അവിടെ എല്ലാം ദൈവം മാനിച്ചു. എന്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ വലിയൊരു പ്രിവിലേജ് എന്ന് പറയാം. പക്ഷെ യാദൃച്ഛികമായി നോർത്ത് ഇന്ത്യയിൽ ഒരു മിഷന് പോയി. എല്ലാ വർഷവും പോകുന്ന പോലെ മിഷന് പോയി. പക്ഷെ അവിടെ ചെന്ന സമയത്ത് ദൈവം സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ യൂത്തിന്റെ ഡയറക്ടറിനെ കാണാനിടയായി. അദ്ദേഹം നമ്മുടെ പ്രോഗ്രാമിന് പല പ്രാവശ്യങ്ങളിൽ വരികയും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അറിയുകയെല്ലാം ചെയ്യും. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ദൈവാത്മാവ് പ്രവർത്തിച്ചിട്ടോ അദ്ദേഹത്തോട് ദൈവം തോന്നിച്ചിട്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, കർത്താവ് ചെയ്തു. പക്ഷേ 2000 എനിക്ക് തോന്നുന്നു കോവിഡിന്റെ 21, 22 ആ സമയത്താണ് ഒരിക്കലും സെക്ഷന്റെ അസംബ്ലീസ് ബോർഡിന്റെ സെക്ഷന്റെ CAയുടെ ഒരെണ്ണത്തിനകത്ത് കയറാൻ പറ്റിയ ഒരു കോണ്ടാക്റ്റോ കഴിവോ ഇല്ല. പക്ഷെ ഇതൊന്നും അല്ലാതെ 7 സ്റ്റേറ്റിന്റെ, സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന 7 സ്റ്റേറ്റുകൾ ചേർന്ന, കേരള, ആന്ധ്ര, കർണാടക, തമിഴ്നാട്, ഗോവ, മഹാരാഷ്ട്ര, തെലങ്കാന, 7 സ്റ്റേറ്റുകൾ ചേർന്ന സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ യൂത്തിന്റെ ട്രെയിനറായി അവർ അപ്പോയിന്റ് ചെയ്യാനിടയിൽ. എന്നെ സംബന്ധിച്ച് ഇത് സ്വപ്നം കാണുന്ന പോലെ. പക്ഷെ എനിക്ക് ഒരു കാര്യം ഭയങ്കരമായിട്ട് മനസ്സിലായ പാസ്റ്ററെ, ഒത്തിരി ആൾക്കാരോട് ചോദിക്കും, റോയ് പാസ്റ്റർ ഇന്നത് ചെയ്യത്തില്ല, അത് ചെയ്യത്തില്ല. ദൈവം ഏൽപ്പിച്ച വിഷനകത്ത് നിൽക്കാമെങ്കിൽ അതിനകത്തൂടെ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അതിനകത്തൂടെ ദൈവം തുറന്നു തരുന്ന റിസോഴ്സുകൾ, അതായിരുന്നു എന്റെ 2015 തൊട്ട് തുടങ്ങിയുള്ള തുടക്കം പാസ്റ്റർ.
2015 തൊട്ട് ഫുൾ ടൈം മിനിസ്റ്റർ തുടങ്ങി. പക്ഷെ ഇന്ന് എനിക്കറിയാം ദൈവം ആ യൂത്ത് മിനിസ്ട്രിയുടെ ആ ലെവലിൽ നിന്ന് കൂടെ ദൈവം അടുത്തൊരു ലെവലിലേക്ക് ദൈവം എന്നെ കയറ്റി. ഇന്ന് ദൈവം എന്നെ ഉപയോഗിക്കുന്ന ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഇല്ല, ടീച്ചിങ് ആൻഡ് ട്രെയിനിങ്. സോ ഒത്തിരിയും വിഷയങ്ങൾ ഒരിക്കലും എനിക്ക് മനസ്സിലാക്കാൻ വായിച്ചിട്ടൊന്നും മനസ്സിലാകാത്ത കാര്യം, ഉദാഹരണത്തിന് ടാബർനാക്കിൾ, പക്ഷെ എത്രയോ പ്രാവശ്യം വായിച്ചാൽ എനിക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ, ഞാൻ തുടക്കത്തിൽ ഒരു വേർഡ് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ കൃപയല്ലാതെ മറ്റൊന്നുമില്ല. ഇന്ന് ടാബർനാക്കിളിന്റെ കാര്യങ്ങൾ എനിക്ക് അതിന്റെ മുട്ടുസൂചി ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറയാനോ, ദൈവകൃപയാൽ അല്പമെങ്കിലും അറിയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവം എനിക്ക് മനസ്സിലാക്കി തരും. ഇതിനിടയ്ക്ക് പക്ഷെ ദൈവ സാന്നിധ്യത്തിനകത്ത് ജീവിക്കാൻ പറ്റിയത് കൊണ്ട് എന്റെ നഷ്ടമായ വിദ്യാഭ്യാസം എനിക്ക് ദൈവം തിരിച്ചു തന്നു. ഞാൻ പോയി പ്രീ ഡിഗ്രി ക്യാൻസൽ ആയിപ്പോയി. ഞാൻ പോയി +2 എഴുതി സെക്കുലർ ഡിഗ്രി. ഇന്ന് ഞാൻ SIBC MD ചെയ്തുകൊണ്ടിരിക്കും. എന്റെ നഷ്ടപ്പെട്ട വിദ്യാഭ്യാസം ദൈവം എനിക്ക് മടക്കി തന്നു. ദൈവം ഓരോ രീതിയിൽ ബ്ലസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഒറ്റ കാര്യവശം ദൈവ സാന്നിധ്യത്തിനകത്ത് ജീവിക്കാൻ മതി. പിന്നെ നമ്മളെ ദൈവം ഏൽപ്പിച്ച വിഷനകത്ത് നിൽക്കാം. പക്ഷെ ചെറിയതാണെന്ന് ആൾക്കാർക്ക് തോന്നാം. പക്ഷെ ഒരിക്കലും ദൈവം ചെറിയ തുടക്കങ്ങളെ തുച്ഛീകരിക്കത്തില്ല. ദൈവത്തോട് ഫെയ്ത്ത്ഫുൾ ആകാമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് എന്റെ പാസ്റ്റർ, എനിക്ക് ഒരിക്കലും അത് പറഞ്ഞ് വിശദീകരിക്കാൻ പറ്റത്തില്ല. ഇന്ന് വരെ ഇവിടെ വരെ നടത്തിയത് ദൈവം ഇവിടെ വരെ കൊണ്ടുവന്ന് നടത്തിയ പാസ്റ്റർ. സോ ദൈവം തന്ന അനുഭവങ്ങളും ദൈവം നടത്തിക്കൊണ്ട് വന്നതുമല്ലാതെ വേറെ ഒന്നും പറയാനുമില്ല. ഇതെല്ലാം ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. ഇന്നിപ്പോ ബൈബിൾ കോളേജിൽ പഠിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ദൈവവചനം പഠിക്കുകയും ഒരു കാര്യം ദൈവം ഇടപെട്ടാൽ ഇരുന്ന് ഒത്തിരി ഇരുന്ന് വായിക്കുകയും പഠിക്കുകയും രാത്രികളിൽ ഇരുന്ന് ഡിസ്കസ് ചിന്തിക്കുകയെല്ലാം ചെയ്യുമായിരുന്നു. പക്ഷേ ഇതൊന്നുമല്ല, ദൈവത്തിന്റെ ഒറ്റ കൃപയൊന്നും മാത്രമാണെന്ന്. ദൈവവചനത്തിലൊരു വാക്യമുണ്ട്, ഈ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം പോഷത്വമായതിനെ തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞ എക്സാക്ട് കാര്യം ദൈവം എന്റെ ലൈഫിൽ കൂടെ ചെയ്യുക. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. അടുത്തത് കുലീനമായതിനെ, അല്ലെ, ഒന്നുമില്ലാത്തതിന് ലജ്ജിപ്പിക്കാൻ ദൈവം ബലമില്ലാത്തതിനെ, കുലീനമെന്ന ഒന്നുമില്ല നിസ്സാരമായതിനെ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞ പോലെ എന്റെ ലൈഫിൽ ദൈവം എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നു. ഇത് ദൈവം നടത്തിയതും പരിപാലിച്ചതും ലൈഫ് ലൈറ്റ് മിനിസ്ട്രി എന്നുള്ളതും എല്ലാം ദൈവം ഇവിടെ വരെ കൊണ്ടുവന്നു. യെസ് പാസ്റ്റർ, ഇതാണ് എന്റെ അനുഭവം. അതെ പാസ്റ്ററെ, ഒത്തിരി സന്തോഷത്തോടു കൂടെ പാസ്റ്റർ ജീവിതാനുഭവങ്ങൾ കേൾക്കുകയായിരുന്നു. പാസ്റ്ററെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവമായിട്ടുള്ള എൻകൗണ്ടർ, പേഴ്സണൽ ബന്ധം, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് അങ്ങനെയുള്ള പേഴ്സണൽ എൻകൗണ്ടേഴ്സാണ്. പാസ്റ്റർ 11ാമത്തെ വയസ്സിൽ ഒരു കാഴ്ച കണ്ടു, ഒരു ചർച്ചിൻ്റെ അകത്ത് നടക്കുന്ന ഒരു ഹീലിംഗ്, അല്ലേ? വളരെ പരിചയമുള്ള, ഒരു മീറ്റിങ്ങിൽ നടക്കുന്ന, നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തിക്ക് കിട്ടുന്നൊരു ഹീലിംഗ്. അപ്പം അത് ജീവിതത്തിൽ വരുത്തിയൊരു വലിയ മാറ്റമുണ്ട്, ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയും പാസ്റ്റർ, ഈ 16ാമത്തെ വയസ്സിൽ ആണ് തിമത്തിയോസ് പൗലോസിൻ്റെ കൂടെ ഇറങ്ങുന്നത്. പക്ഷേ തിമത്തിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ലുസ്രക്കാരനാണ്. ലുസ്രയിലാണ് പൗലോസിനെ കല്ലുകൾ കൊണ്ട് പട്ടണമതിലിൻ്റെ വെളിയിൽ എറിഞ്ഞിട്ട് പോയ പൗലോസിൻ്റെ ചുറ്റും നിന്ന് ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ലിറ്ററലി പൗലോസ് ഉയർക്കുന്നത്. അപ്പോൾ 16 വയസ്സിന് മുമ്പ് തന്നെ തിമത്തിയോസ് കണ്ട കാഴ്ച പൗലോസ് ഉയർക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ തിമത്തിയോസ് രൂപപ്പെട്ടത് എങ്ങനെയാണ്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ ചർച്ചകളിൽ അസാധാരണ മിറക്കിൾസ് ഉണ്ടാകണം. ആ മിറക്കിൾസ് ഉണ്ടാകാനുള്ള ഫെയ്ത്ത് എക്സസൈസ് ചെയ്യണം. ആ ദേവദാസന് ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു വിട്ടില്ല, വാശി പിടിച്ച് ആ ഫെയ്ത്ത് എക്സസൈസ് ചെയ്യുമ്പോഴാണ് ദൈവിക മിറക്കിളുണ്ടാകുന്നത്. ഒരു കാര്യം കൊണ്ട് എനിക്ക് പറയാൻ വന്ന ചിന്തയെ പാസ്റ്റർ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞു. സാന്നിധ്യത്തിൽ വസിക്കുക എന്ന പദം പറഞ്ഞു. പാസ്റ്റർ, എനിക്കൊരു സ്വഭാവമുണ്ട്. ഞാൻ ചില ദിവസങ്ങളിൽ രാവിലെ സ്പോണ്ടേനിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു വാക്യം പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വരും. അല്ലെങ്കിൽ അത് നമ്മൾ പ്ലാൻ ചെയ്തൊന്നുമല്ല, പെട്ടെന്നൊരു വാക്യം അങ്ങ് പറയുക. ഇന്ന് രാവിലെ ഞാൻ ഉണർന്ന വാക്യം, അത്യുന്നതനെ തൻ്റെ വാസസ്ഥാനമാക്കുന്നു. ഇത് ഉണർന്നത്, ഞാൻ രാവിലെ ഉണർന്നത്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ആസാദി ചാനലിൻ്റെ മോർണിംഗ് ഡ്യൂവിൽ ഞാൻ അതേ മെസ്സേജാണ് കൊടുത്തത്, അത്യുന്നതനെ വാസസ്ഥാനമാക്കുക.
91 സങ്കീർത്തനത്തിൻ്റെ 9 വാക്യമാണ്. പാസ്റ്റർ അത് പറഞ്ഞപ്പോൾ ഞാൻ ഡാനിമോൻ ഇപ്പുറത്തിരിപ്പുണ്ട്, അവനോട് പറഞ്ഞാൽ ആ വാക്യം ഒന്നുകൊണ്ടൊന്ന് സെർച്ച് ചെയ്തതാണ്. അപ്പോൾ ആ വാക്യം ഇങ്ങനെയാണ്: ഇഫ് യു സേ നീ പറയുന്നു ദ ലോർഡ് ഈസ് മൈ റെഫ്യൂജ്. ഇഫ് യു സേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കൊട്ടേഷൻ്റെ അകത്ത് എഴുതിയിരിക്കുക ദ ലോർഡ് ഈസ് മൈ റെഫ്യൂജ്. നീ അങ്ങനെ പറയുന്നുവെങ്കിൽ, ദൈവം എൻ്റെ സങ്കേതമാണ് എന്ന് നീ പറയുന്നുവെങ്കിൽ, അടുത്ത വാക്യം, ആൻഡ് യു മേക്ക് ദ മോസ്റ്റ് ഹൈ യുവർ ഡെല്ലിങ്. നീ പറയുകയാണ് ദൈവം നിൻ്റെ സങ്കേതമാണെന്ന് പറയുകയാണെങ്കിൽ നീ അത്യുന്നതനെ നിൻ്റെ നിവാസമാക്കി മാറ്റണം. ആ ട്രാൻസ്ലേഷൻ വളരെ ഇമ്പാക്റ്റുള്ള, വളരെ പവർഫുള്ളാണ്. ഇപ്പോൾ നമ്മൾ പറയത്തില്ല ദൈവം എൻ്റെ സങ്കേതമാണെന്ന്. ദൈവം എൻ്റെ സങ്കേതമായി മാറണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് സങ്കീർത്തനക്കാരൻ 91:9 പറഞ്ഞിരിക്കുന്നത്: യു മേക്ക് ദ മോസ്റ്റ് ഹൈ യുവർ ഡെല്ലിങ്. അത്യുന്നതനെ, അതായത് അത്യുന്നതനായ ദൈവത്തെ നിൻ്റെ വാസസ്ഥാനമാക്കി മാറ്റണം. എന്തൊരു പവർഫുൾ വചനമാണ് പാസ്റ്റർ. ഇന്ന് രാവിലെ എന്നോട് സംസാരിച്ച വചനമാണ് പാസ്റ്റർ. ഈ സെഷനിൽ പറഞ്ഞു ദൈവസാന്നിധ്യത്തിൽ വസിക്കുക, ദൈവത്തിൽ വസിക്കുക. അതിനെ എലാബറേറ്റ് ചെയ്തതാണ് യേശു കർത്താവ് പറഞ്ഞത്, എന്നിൽ വസിച്ചിട്ടല്ലാതെ. പുതിയ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട ആശയമാണ് കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ. 91 സങ്കീർത്തനത്തിന് 1 വാക്യത്തിൽ പറയുന്നത് നിൻ്റെ അത്യുന്നതൻ്റെ നിഴലിൻ കീഴിൽ വസിക്കുമെന്ന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഷാഡോ പോലെ കണ്ടത്. പക്ഷേ 9 വാക്യം ആകുമ്പോഴത്തേക്ക് അതങ്ങ് ഡെവലപ്പ് ചെയ്യുക. ആ 91:1 പറഞ്ഞ വാക്യത്തിന് കൂടുതൽ ക്ലാരിറ്റി കിട്ടിയിട്ട് മോശ പറയുക, ഇഫ് യു സേ, നീ പറയുന്നു ഗോഡ് ഈസ് മൈ റെഫ്യൂജ്, ദൈവം എൻ്റെ സങ്കേതമാണെന്ന് നീ പറയുന്നുവെങ്കിൽ നീ അത്യുന്നതനെ വാസസ്ഥാനമാക്കണം. അത്യുന്നതനെ വാസസ്ഥാനമാക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ സൺഡേ ചർച്ചിലെടുത്ത വചനം പുറപ്പാട് പുസ്തകത്തിലെ വാക്യമാണ്. മോശയോട് കർത്താവ് പറഞ്ഞു, ദൈവം പറഞ്ഞു, ഹിയർ ഐ ഹാവ് എ പ്ലേസ് നിയർ മീ. എനിക്കിവിടെ ഒരു സ്ഥലമുണ്ട്, ഒരു പാറയുടെ പിളർപ്പ്, അതിൽ കയറി നിന്നാൽ നിനക്ക് ദൈവമഹത്വം കാണാം. അപ്പോൾ അത്യുന്നതിനെ വാസസ്ഥാനമാക്കുക എന്നുള്ളത് അതുമായിട്ടൊക്കെ കണക്റ്റായി കഴിഞ്ഞ സൺഡേയിലത്തെ വചനവുമായിട്ട്. ഹിയർ ഐ ഹാവ് എ പ്ലേസ്. ഞാൻ ചർച്ചിൽ പറഞ്ഞത് പാസ്റ്ററെ, ക്രിസ്തുവിൽ മറഞ്ഞു നിന്നാൽ മാത്രമേ ദൈവമഹത്വം കാണാൻ പറ്റത്തുള്ളൂ. നമ്മളാ പാറയുടെ പിളർപ്പിൽ കയറി നിന്നാൽ, മറ്റൊരു ഭാഷയിൽ അത്യുന്നതിനെ വാസസ്ഥാനമാക്കിയാൽ, നമ്മൾ കാണാൻ പോകുന്ന ഗ്ലോറിക്ക് അളവില്ല പാസ്റ്ററെ. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ തലമുറയ്ക്ക് അതാ വേണ്ടത്, ദൈവസാന്നിധ്യം. പാസ്റ്റർ, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഇപ്പൊ തീർച്ചയായിട്ടും പാസ്റ്റർ അനുഭവങ്ങൾ എന്തെങ്കിലും വിട്ടുപോയി പറയാം കേട്ടോ. ഇത് എനിക്ക് ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ പാസ്റ്റർ, ഞാന് പാട്ട് പാടാനോ ശുശ്രൂഷിക്കാനോ ഒക്കെ കയറുമ്പോൾ എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട്, തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നു. പക്ഷെ തുടക്ക സമയം, പക്ഷെ അവിടെ എല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം ഭയങ്കരമായിട്ട്. പക്ഷെ ഞാൻ പോകുന്ന മീറ്റിങ്ങുകൾക്കൊക്കെ ഒന്നിൽ കൂട്ടമായിട്ട് ഭൂതോളം, അല്ലെങ്കിൽ കൂട്ടമായിട്ട് ജനം വാവിട്ട് കരയും, അല്ലെ ജനം ഇരുന്ന് മതി മറന്ന് ആരാധിക്കും. പാട്ട് പാടാൻ കയറിയാലോ ജനത്തിന് അത് മതിയായിരുന്നു. ആ സമയത്ത് ഇവർക്ക് ഒത്തിരി വിടുതൽ നടക്കുമായിരുന്നു. പക്ഷെ ഒരു ദിവസം പാസ്റ്റർ എന്നോട്, എമോറിസ് പാസ്റ്റർ എന്നോട് പറഞ്ഞൊരു വേർഡുണ്ട്, ഈ ഒത്തിരി പാസ്റ്റേഴ്സിന്റെ മക്കൾ ഉണ്ട്, പക്ഷെ റോയ് ബ്രദർ അങ്ങനെയല്ലേ, റോയ് ബ്രദർ ഷമുവേലിനെ പോലെ. കാരണം പാസ്റ്ററിന്റെ മോനായിട്ട് ജനിച്ചില്ല, പക്ഷെ പാസ്റ്ററുടെ മോനായിട്ട് വളരാൻ പറ്റി ആലയത്തിൽ. പാസ്റ്ററുടെ മോനായിട്ട് ജനിച്ചതല്ല, പക്ഷെ ആലയത്തിൽ വളരാൻ പറ്റി ഷമുവേലിനെ പോലെ. പക്ഷെ അത് എക്സാക്ട്ലി ദൈവം എന്റെ ലൈഫിൽ തന്ന വലിയൊരു ബ്ലെസ്സിങ്. ഞാൻ ഫുൾ ടൈം അങ്ങനെയായിരുന്നു പാസ്റ്റർ. രാത്രി ചിലപ്പോൾ കിടക്കാൻ വേണ്ടി മാത്രമേ വീട്ടിൽ പോകത്തുള്ളൂ. കാരണം അന്ന് എന്റെ ഫാദറും മദറും ഒക്കെ 2-3 വർഷം കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു, നാട്ടിൽ നിന്ന് വരുന്നു. അവരെല്ലാം പിന്നെ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും. പക്ഷെ അവർ വന്നതിന് ശേഷം പോലും ഞാൻ മിക്കവാറും ആലയത്തിലായിരിക്കും കിടന്നത്. വർഷങ്ങൾ. കാരണം ആലയം വിട്ട് പോകാതെ കഴിക്കാൻ വേണ്ടി വീട്ടിൽ പോകും, കഴിച്ചിട്ട് തിരിച്ചു വരും. രാത്രിയിലും ആലയത്തിലായിരുന്നു കിടന്നത്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ മിനിസ്ട്രിയിലോട്ട് ഒന്ന് മുമ്പിലോട്ട് വരുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞ ദൈവദാസന്മാർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ, എന്ത് കാര്യങ്ങൾ പറഞ്ഞ വർക്ക് ചെയ്യാൻ. എമോറിസ് പാസ്റ്റർ അന്നൊരു വാക്ക് പറയും, ഇതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്തു. ഈ ചിലരുടെ ലൈഫിൽ ദൈവം
ഈ ദൈവവചന പ്രകാരവും അല്ലെ പാസ്റ്ററുടെ അനുഭവത്തിൽ കൂടെ പാസ്റ്റർ പറഞ്ഞു, 10 വർഷം മിനിമം ദൈവം ഒരാളെ ടെസ്റ്റ് ചെയ്തിട്ട് ദൈവം ഒരാളെ ശുശ്രൂഷയ്ക്ക് ഇറക്കത്തുള്ളൂ. 10 വർഷം. ഞാൻ വന്ന് ഓർത്ത് കർത്താവ് രണ്ടാമത്തെ വർഷം ശുശ്രൂഷയിലാകണമെന്ന് ഓർത്തുകൊണ്ട് ഒക്കെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വർഷം, ഇനി അടുത്ത ഒരു 7 വർഷം കൂടെ ഉണ്ട്. പിന്നീട് എല്ലാവരും ശുശ്രൂഷയ്ക്കകത്ത് കയറി പോകുമ്പോഴും ഞാൻ അന്നും അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, പക്ഷെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലായി, ഈ ദൈവത്തിന്റെ വലിയൊരു പണിക്ക് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവത്തിന്റെ ഒരു പണിക്ക് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിനറിയാം നമ്മളെ ഏത് മേഖലകളിൽ ഉപയോഗിക്കപ്പെടേണ്ടി, ഏത് മേഖല ഉപയോഗിക്കപ്പെടേണ്ടി. നമ്മൾ എത്ര പണിയപ്പെടാനും ഉടയപ്പെടാനും ഏൽപ്പിച്ചു കൊടുക്കുമോ അത്രയും നമ്മളിൽ കൂടെ മറ്റുള്ളവരെ ദൈവം പണി. ഒരു സർഫസ് ലെവലിലായിരിക്കത്തില്ല. ദൈവം നമ്മൾ ഉടയപ്പെടാനും അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ മറ്റുള്ളവരെ ദൈവം പണിയാൻ നമ്മളെ ഉപയോഗിക്കത്തില്ല. സോ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതും കാത്തിരിക്കുന്നതും ഒന്നും വെറുതെ, അത്രയും ഡീപ്പിൽ അടുത്ത ജനറേഷനെ ദൈവം ഉപയോഗിക്കും. ദൈവം സഹായിച്ചെന്ന് മാത്രമേ ഉള്ളൂ പാസ്റ്ററെ. സോ എന്റെ അനുഭവങ്ങൾ അത്രേ ഉള്ളൂ പാസ്റ്റർ. ദൈവം നടത്തിയതും പരിപാലിച്ചതും അല്ലാതെ ഇന്ന് ചെയ്യുന്നതുമല്ല ദൈവത്തിന്റെ തിരുകൃപയല്ലാതെ മറ്റൊന്നുമല്ല പാസ്റ്റർ. ദൈവം സഹായിക്കട്ടെ പാസ്റ്ററെ, അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം പാസ്റ്ററെ. പാസ്റ്റർ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചാട്ട് അവരുടെ മേൽ ഒരു വലിയ ദൈവിക അനുഗ്രഹം ഇന്ന് വെളിപ്പെടുവാൻ ഇടയായി തീരട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വരും. അപ്പൊ ഞങ്ങൾക്ക് തരുന്ന ഓരോ സമയവും ഓരോ നിമിഷവും കർത്താവിനായിട്ട് ജീവിപ്പാൻ, കർത്താവിന് വേണ്ടി ഓടാൻ, കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളതെല്ലാം, കർത്താവെ, സമയവും ആരോഗ്യവും ഞങ്ങൾക്ക് തന്നിട്ടുള്ള താലന്തും പണവും എല്ലാം കർത്താവിന്റെ തിരുനാമത്തിന് മഹത്വത്തിനായി ചെലവിടുവാനും ദൈവം ഞങ്ങളെ സഹായിക്കണേ. കർത്താവെ, ഞങ്ങളുടെ തിരുനാമം ഉയർത്തുവാൻ ഞങ്ങളുടെ ഒരു കൊച്ചായുസ് കൊണ്ട് കർത്താവിന് മഹത്വകരമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ. കർത്താവെ, പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ബലവും നൽകി. കർത്താവെ, യുവായിൽ കൂടെ കേൾക്കുന്ന എല്ലാ, പ്രത്യേകിച്ച് യൗവനക്കാരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ആ ഓരോ യൗവനക്കാരും കർത്താവിന് വേണ്ടി തീയായി പ്രയോജനപ്പെടട്ടെ, അഭിഷേകത്തോടുകൂടെ പ്രയോജനപ്പെടട്ടെ. അവർ കർത്താവിന്റെ വെളിച്ചമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ കർത്താവെ, അങ്ങ് ഞങ്ങളുടെ മേൽ പകർന്ന അഭിഷേകത്തെ കർത്താവെ അങ്ങയുടെ ജനത്തിലേക്ക് ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും മിഷണറിമാരാകട്ടെ, ഓരോരുത്തരും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളാകട്ടെ. ഒരുമിച്ച് ദൈവരാജ്യത്തെ ഉയർത്താൻ, പണിയാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവിന്റെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. കർത്താവേ, യുവായെ, ആസാദി ടിവിയെ, കർത്താവിന്റെ ദാസനെ, ഈ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാവിധ നന്മകളും കർത്താവിന്റെ കാവലുകളും തേജസ്സിന്റെ മതിൽ ഞങ്ങളുടെ ദാസന് ചുറ്റും, കർത്താവെ, ഓരോ പ്രേക്ഷകർക്ക് ചുറ്റും കർത്താവെ ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുളിന്റെ ശക്തികൾ തുടരുത്. തേജസ്സിനകത്ത് ഞങ്ങളെ പൊതിയണം. ദൈവം മഹത്വം എടുക്കണമേ. കർത്താവിന്റെ കൃപയിൽ ഞങ്ങൾ മറയും. ഞങ്ങളുടെ പാദത്തിൽ ഞങ്ങൾ വരും. എല്ലാ ആദരവും ബഹുമാനവും അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്ന കർത്താവെ, കൃപയിൽ പൊതിഞ്ഞനായ യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസ കാവൽ നമ്മെല്ലാവരുടെ മേലും, പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ റോയ് പാസ്റ്റർ മേൽ, കുടുംബത്തിന് മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും. മടക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഒരു പ്രാവശ്യം നന്ദി പറയുക. നമ്മുടെ നമ്മുടെ സൂമിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയമുള്ളവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ യുവാടെ എല്ലാ വ്യൂവേഴ്സിനെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു. അടുത്ത ആഴ്ച ഇതിലും മറ്റൊരു സെഷനിലേക്ക് നാം കടന്നു വരുന്നതാണ്. അതുവരെയും കർത്താവ് എല്ലാവരെയും പരിപാലിക്കട്ടെ. സ്തോത്രം.